ഇല്ലീഗൽ ഇമിഗ്രേഷൻ ഇപ്പൊ UK ഒക്കെ ഒരു നട്ടലൊടിച്ച ഒരു അവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. വൈറ്റ് സൂപ്പർ മെയ്സിസം എന്നുള്ളൊരു വാക്ക് ജിൻസ് എന്ത് ബാക്ക്ഗ്രൗണ്ടിൽ അത് ഉപയോഗിക്കുന്നത്, എന്താണ് അതിന് റീസൺ? ഇന്ത്യ ഞാൻ ചോദിച്ചു കഴിഞ്ഞു, ഹിന്ദി മാലൂം നഹീ തേ ക്യാ ഇന്ത്യൻ ഹേതു. എല്ലാ രാജ്യങ്ങളിലും വെള്ളക്കാര് അവർക്ക് അസ്തിത്വം എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് വേണ്ടി അവരെത്തപ്പെടുകയും വ്യാപകമായ പ്രതിഷേധങ്ങളിലേക്ക് വരികയും ചെയ്തപ്പോൾ അത് ഇന്ത്യക്കാരെയും ബാധിച്ചു. നമ്മൾ ഇന്ത്യക്കാരാണ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അതെല്ലാം അപ്പൊ തന്നെ ഭയങ്കര ഒരു ഇന്ത്യൻ വിരോധമായിട്ടൊക്കെ എടുത്ത് മുടിച്ചിട്ടിരിക്കുന്നത്. ജസ്റ്റ് ബോർഡർ ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് ഇറങ്ങിയുള്ളൂ. ഒരാൾ ഒന്നിനോട് പറയുവാണ്, നിനക്ക് താടിയുണ്ട്, നീ എല്ലാം ഗ്രേറ്റ് ആണ്, നിനക്ക് എന്തുകൊണ്ട് മുസ്ലിം ആയിക്കോട്ടെ. നമ്മുടെ പ്രസിഡന്റ് അങ്ങോട്ട് പോകുന്നതിന് മുന്നേ തന്നെ ഇങ്ങനെയുള്ള ഒരു നീക്കങ്ങളൊക്കെ പല സ്ഥലങ്ങളിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇത്രയധികം ഒരു വലിയൊരു ആൾക്കൂട്ടവും ഒരു 100,000 പീപ്പിളൊക്കെ പങ്കെടുക്കുന്ന ഇത്രയും നല്ലൊരു പ്രൊട്ടസ്റ്റ് ഉണ്ടാകുക, ഇത്രയും ആൾക്കാർ അതിനെതിരെ സംസാരിക്കുക, എന്തിനാ ആവശ്യമില്ലാതെ ട്രംപിനെ വിളിച്ചുകൊണ്ട് വരുന്നത്? ഇവിടെ വോയിസ് ഇല്ലാണ്ടിരുന്ന മെജോറിറ്റിക്ക് വോയിസ് കൊടുത്ത ഒരാളാണ് ട്രംപ്. ഞാൻ എന്റെ പള്ളിയിൽ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ചെണ്ട കൊണ്ടുന്നത് നല്ലത്. പക്ഷെ നമ്മുടെ പള്ളിയുടെ കോമ്പൗണ്ടിൽ നമുക്ക് സ്വന്തമായിട്ടുള്ള മതിലിന്റെ ഉള്ളിൽ നമുക്ക് ചെണ്ട കൊണ്ടാം, നോ പ്രോബ്ലം. പക്ഷെ വഴിയിലോട്ട് ഇറങ്ങുന്നതിന് ഐ വിൽ നോട്ട് സപ്പോർട്ട്. പാർക്കിംഗ് ലോട്ടിൽ ഒരാള് കാറ് തുറന്ന് കാറിന്റെ ഉള്ളിൽ നിന്ന് ഷീറ്റ് എടുത്ത് വിരിച്ചിട്ട് നിസ്കരിക്കുന്നു. And he does it whenever he is in the office, he goes outside. And പിന്നെ ആൾക്കാർ നോക്കുമ്പോൾ വേറെ ആരോടെ അവരുടെ റിലിജിയനെ സെലിബ്രേറ്റ് ചെയ്യുന്നില്ലല്ലോ. ക്രിസ്ത്യാനി അവിടെ കുർബാന ചെല്ലുന്നുണ്ടോ, വഴി നിന്നുണ്ടോ? ഹിന്ദു അവിടെ ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ മുസ്ലിം ഒന്നും നിസ്കരിക്കുന്നു. പിന്നെ എന്തുകൊണ്ട് മുസ്ലിംസിനോട് വിരോധം ഉണ്ടാവുന്നു, അല്ലെങ്കിൽ മുസ്ലിംസിനെ നോട്ടീസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഭൂരിപക്ഷ വർഗീയത, അല്ലെങ്കിൽ ഭൂരിപക്ഷം ന്യൂനപക്ഷത്തിനെതിരായിട്ടുള്ള ഒരു സമീപനം എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവും. പക്ഷെ ഇതിനകത്ത് വൈറ്റും ബ്ലാക്കും ബ്രൗണും കൊണ്ടുവരുന്നത് എനിക്ക് മനസ്സിലാവും. നമസ്കാരം. വോക്കി ടോക്കിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എന്തും അധികമായാൽ അമൃതും വിഷമെന്ന് പറഞ്ഞതുപോലെ ആഘോഷങ്ങളും അമിതമായാൽ വിഷം തന്നെയാണ്. ആഘോഷങ്ങളാണോ എന്നറിയില്ല, ഇന്ത്യക്കാരുടെ എന്ത് തരം ആഘോഷങ്ങളും വിദേശ രാജ്യങ്ങളിൽ ഇപ്പോൾ വെറുക്കപ്പെട്ടതായി മാറിയിട്ടുണ്ട്. ആ ഒരു വിഷയം തന്നെയാണ് ഇന്ത്യക്കാരെ മൊത്തത്തിലും വെറുക്കപ്പെട്ടവരാകാൻ വിദേശങ്ങളിൽ ഒരു വിഷയമായ ഒരു കാരണമായി മാറിയിരിക്കുന്നത്. അത് തന്നെയാണ് ഇന്നത്തെ വോക്കി ടോക്കിയുടെ ടോപ്പിക്കായി നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. എന്താണ് ജിൻസിന് ഇതേക്കുറിച്ച് പറയാനുള്ളത്? പറ്റീഷ, നമ്മള് ശരിക്കും എനിക്ക് തോന്നുന്നു ഒരു മാസമായെന്ന് തോന്നുന്നു. ഒരു മാസം മുമ്പ് നമ്മള് ട്രംപ് അഴിച്ചുവിട്ട ഭൂതം എന്ന് ഒരു പ്രോഗ്രാം ചെയ്തിരുന്നു. നമ്മൾ അന്ന് ട്രംപ് UK വിസിറ്റിന് പോയിട്ട് സ്കോട്ട്ലൻഡിൽ പോയൊരു നല്ല പ്രസംഗമൊക്കെ നടത്തി. പ്രസംഗം നടത്തിയതിന്റെ കാരണം നിങ്ങൾ ഇമിഗ്രേഷനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ പ്രസിഡന്റ് അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരു ചർച്ച നടത്തിയിരുന്നു. അപ്പൊ അന്ന് നമ്മൾ പറഞ്ഞ കാര്യം, അന്നൊന്നും ഈ വലിയ വിഷയങ്ങൾ തുടങ്ങിയിട്ടില്ലായിരുന്നു. പക്ഷെ വിഷയം എല്ലാ കൺട്രിയിലും ഉണ്ട്. അതിനുശേഷം ഇപ്പൊ ഇംഗ്ലണ്ടില് മിനിങ്ങാന്ന് നടന്ന വലിയ ഒരു പ്രകടനം, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളക്കാരുടെ ഒരു പ്രകടനം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരു വലിയ പ്രകടനം, അത് ആന്റി ഇമിഗ്രേഷനിൽ വെച്ച് സ്റ്റാർട്ട് ചെയ്ത ഒരു വിഷയം ഇപ്പോൾ അത് മാറിയിട്ട് അത് നമ്മള് ലോകത്തെല്ലായിടത്തും അത് ഇന്ത്യക്കാർക്കെതിരായിട്ടും കൂടെ അത് വ്യാപകമായിട്ട് വന്നിട്ടുണ്ട്. കാരണം എനിക്ക് ഈ കാര്യത്തിൽ തോന്നുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വെള്ളക്കാർക്ക് ഇന്ത്യക്കാരോടുള്ള ഒരു എതിർപ്പിന് പ്രധാനപ്പെട്ട കാരണം അവരുടെ ജോലി നഷ്ടപ്പെടുന്നതിന്റെ പ്രധാന കാര്യം ഇന്ത്യക്കാരാണെന്നുള്ളതാണ്. കാരണം ഇന്ത്യക്കാര് എഡ്യൂക്കേറ്റഡ് ആണ്. ഇപ്പൊ അമേരിക്കയിൽ തന്നെയാണെങ്കിൽ 75% ആൾക്കാരും ബാച്ചിലേഴ്സ് ഡിഗ്രി ഉള്ള ആൾക്കാരാണ്. ആവറേജ് അമേരിക്കക്കാരുടെ ഇൻകത്തെക്കാളും ഡബിൾ ഇൻകം ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടും നല്ല നിലയിൽ ജീവിക്കുന്നത് കൊണ്ടും ആ ഒരു കാര്യത്തില്, കാരണം അവരുടെ ജോലി നഷ്ടപ്പെടാനുള്ള ഒരു സാധ്യത കൂടുതലും ഇന്ത്യക്കാരാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം ഈ വിഷയങ്ങൾ ഇപ്പം ട്രംപ് പറഞ്ഞത് കൊണ്ട് മാത്രമല്ല, കാരണം മറ്റുള്ള എല്ലാ കമ്മ്യൂണിറ്റിയും ഇപ്പൊ ഇല്ലീഗൽ ഇമിഗ്രേഷൻ ഇപ്പൊ UK ഒക്കെ ഒരു നട്ടലൊടിച്ച ഒരു അവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. കാരണം ഇപ്പോഴും ഈ രാഷ്ട്രീയം കളിക്കുന്ന ലിബറൽ ഡെമോക്രാറ്റുകളൊക്കെ ഇപ്പം ഫ്രാൻസ് UK ഫ്രാൻസും തമ്മിലുള്ള കലായി പോർട്ട് വഴി ഒക്കെ ബോട്ടിലും ഒക്കെ വരുന്നതാണ്. കാരണം ഇപ്പോൾ യൂറോപ്പിലെ പല രാജ്യങ്ങളും വളരെ ലിബറലായിട്ട് ഈ വിദേശികളെ, പ്രത്യേകിച്ച് ഈ കലാപം നടന്ന മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങളിൽ നിന്നൊക്കെ ആൾക്കാരെ വളരെ വ്യാപകമായിട്ട് സ്വീകരിച്ചിരുന്നു. അവരങ്ങോട്ട് വന്നത് വെറും കൈയോടുകൂടി വന്നിട്ട് അവിടുത്തെ ഗവൺമെന്റിന്റെ എല്ലാ സോഷ്യൽ എക്കോണമിക് എല്ലാ ഫെസിലിറ്റിയും യൂസ് ചെയ്യുക മാത്രമല്ല, അത് മിസ്യൂസ് ചെയ്യുകയും കൂടെ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ വന്നു. ഇതൊക്കെ ഇങ്ങനെ വലിയൊരു അമർഷമായിട്ട് പണിയെടുത്തവൻ ടാക്സ് കൊടുക്കുന്ന
അതിനെ മുഴുവൻ മിസ്യൂസ് ചെയ്യുന്ന രീതിയിൽ ഒന്നുമില്ലാതെ വരികയും പിന്നെ അവരുടെ കൾച്ചർ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഈ മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങളിൽ ഇപ്പൊ ഇസ്ലാം ആണല്ലോ, ഇപ്പം ഈ ലെബനിലായിക്കോട്ടെ, അഫ്ഗാനിസ്ഥാനിലായിക്കോട്ടെ, മറ്റ് പല രാജ്യങ്ങളിലും ഇപ്പം പലസ്തീനിലായിക്കോട്ടെ, ഈ വിഷയമെല്ലാം കഴിഞ്ഞ് ലക്ഷക്കണക്കിന് ആൾക്കാർ അവിടെ വന്നിട്ട് അവരുടെ ആ ഒരു അസമാധാനം ആ രാജ്യത്ത് വഴിയെ പോകുന്ന ആൾക്കാരെ ആക്രമിക്കുക, മതം പ്രചരിപ്പിക്കാൻ വളരെ അക്രമോത്സുകമായിട്ടുള്ള ഒരു കൾച്ചർ അവരവിടെ പ്ലാൻ ചെയ്യാൻ തുടങ്ങി. അത് അവിടെ പല ആൾക്കാരെയും ഇപ്പം യു കെയിലാണെങ്കിൽ ഇപ്പം നിങ്ങൾക്കറിയായിരിക്കും ഗ്രൂമിംഗ് ഗാങ് എന്ന് പറയുന്ന വളരെ, കാരണം കൊച്ചു കുട്ടികളെ 10 തൊട്ട് 12, 13 വയസ്സ് വരുന്ന പെൺകുട്ടികളെ പാകിസ്ഥാനി ഗ്രൂമിംഗ് ഗാങ് എന്ന് പറഞ്ഞ പാകിസ്ഥാനികൾ ഒത്തിരി കുട്ടികളെ വലയിലാക്കുകയും നമ്മുടെ നാട്ടിലെ പോലെയൊന്നും ഈ പിള്ളേരെ ഒന്നും അത്ര കൃത്യമായിട്ട് വാച്ച് ചെയ്യേണ്ട കാര്യമില്ല. കാരണം അവരെത്ര ഏത് സമയത്തും ഏത് നാട്ടിൽ കൂടെ സ്വതന്ത്രമായിട്ട് നടക്കാനുള്ള സ്വാതന്ത്ര്യമുള്ള ഒരു സ്ഥലവും സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലവുമാണല്ലോ അവരുടെ രാജ്യത്തെക്കുറിച്ച് ചിന്തിക്കണം. അതുകൊണ്ട് പിള്ളേരൊക്കെ അങ്ങനെ പിള്ളേരെ പലരെയും വലയിലാക്കുകയും പിള്ളേരെ വ്യാപകമായിട്ട് ഇവരെ മിസ്യൂസ് ചെയ്യുകയും ചെയ്തൊക്കെ വലിയ വിഷയമായിട്ട്. പക്ഷെ അതിനെ പോലും ഒരു റേഷ്യൽ എലമെന്റിൽ വരുമോ എന്നുള്ളത് കൊണ്ട് ഇതിനെയൊക്കെ എതിർക്കാനും നമ്മുടെ രാഷ്ട്രീയക്കാര് വോട്ട് ബാങ്കും ഒക്കെ പ്രതീക്ഷിച്ച് യു കെയിലും ഒക്കെ നടന്നു. ഇപ്പൊ ജർമ്മനിയിലായിക്കോട്ടെ, യു കെയിലായിക്കോട്ടെ, ഓസ്ട്രേലിയയിലായിക്കോട്ടെ, എല്ലാ രാജ്യങ്ങളിലും വെള്ളക്കാര് അവർക്ക് അസ്തിത്വം എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് വേണ്ടി അവരെത്തപ്പെടുകയും വ്യാപകമായ പ്രതിഷേധങ്ങളിലേക്ക് വരികയും ചെയ്തപ്പോൾ അത് ഇന്ത്യക്കാരെയും ബാധിച്ചു. ഇപ്പൊ ഇന്ത്യയാണോ പാകിസ്ഥാനിയാണോ എന്ന് നമ്മുടെ കളറ് കണ്ടാൽ തിരിച്ചറിയാൻ പാടില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തി. ഇപ്പൊ അമേരിക്ക കുറച്ചുകൂടെ ഒരു മൾട്ടി കൾച്ചറൽ ആയിട്ട് ഒരു ഇമിഗ്രന്റ് കൺട്രി മാത്രമായതുകൊണ്ടും അമേരിക്കയിലേക്ക് ഇപ്പൊ നമ്മൾ വേറെ പല ചർച്ചകളും പറഞ്ഞു, അമേരിക്കയിലേക്ക് ഇത് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ ഇന്ത്യക്കാരുടെ ഒരു ഉയർന്ന ജീവിത നിലവാരം, ഇപ്പം മിനിങ്ങാന്ന് അവിടെ പ്രകടനം നടത്തിയ ടോമി റോബിൻസൺ പോലും ഇന്ത്യക്കാരോട് ഒരു മൃദു സമീപനം പാലിക്കുന്ന ഒരു നേതാവാണ്. അത് അദ്ദേഹത്തിനെതിരെ വലിയ വ്യാപകമായിട്ട് ഒരു അതൃപ്തിക്ക് കാരണമായിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഇന്ത്യക്കാര് ഈ ബ്രിട്ടീഷ് കൾച്ചറിനോട് ചേർന്ന് ജീവിക്കാൻ സാധ്യതയുള്ള ഒരു സമൂഹമാണ്, അവര് വലിയ പ്രശ്നക്കാരല്ല, സമാധാന പ്രിയരാണെന്നൊക്കെയുള്ള അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ തന്നെ അദ്ദേഹത്തിന് തന്നെ എതിരായിട്ട് ഇപ്പം വന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഈ പല കാരണങ്ങൾ ഇതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ വന്നിട്ടുള്ള സാമൂഹിക സാഹചര്യങ്ങളിൽ, വിദേശ രാജ്യങ്ങളിൽ വന്നിട്ടുള്ള ഈ സാമൂഹിക സാഹചര്യങ്ങള് മറ്റുള്ള ഇപ്പം ഈ പലസ്തീൻ പ്രകടനങ്ങള്, ഈ ഇസ്ലാമിന്റെ ഈ പ്രചരണം, അക്രമോത്സുകമായിട്ടുള്ള അവരുടെ ഈ പ്രചരണം ഒക്കെ ബാധിക്കുന്നത് കൂടുതലും ഇപ്പൊ ഇന്ത്യക്കാരാണ്. അപ്പൊ ഇന്ത്യക്കാര് ടാർഗറ്റ് ചെയ്യപ്പെടുന്നതിന് പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് നമുക്ക് തോന്നുന്നത് ഈ പറയുന്ന വിദ്യാഭ്യാസ രംഗത്തുള്ള ഈ ഉന്നതി, അപ്പൊ ജോലി സാധ്യത ഈ അഭയാർത്ഥികളെക്കാളും ബെനിഫിറ്റ് കൂടുതൽ യൂസ് ചെയ്യുന്ന നമ്മളൊക്കെ എല്ലാ ആൾക്കാരും 99% ആൾക്കാരും ജോലി ചെയ്യുകയും ടാക്സ് അടയ്ക്കുകയും എല്ലാ രാജ്യങ്ങളിലും, ഇപ്പൊ ഞാൻ പറയാം അമേരിക്ക, കാനഡ, ഓസ്ട്രേലിയ, ജർമ്മനി, എവിടെ പോയാലും, ഇപ്പൊ സ്വിറ്റ്സർലൻഡ്, ഏത് വിദേശ രാജ്യങ്ങളിൽ പോയാലും ആ കൾച്ചറുമായിട്ടും അഡാപ്റ്റ് ചെയ്യുകയും പെട്ടെന്ന് തന്നെ അതുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുകയും നല്ല രീതിയിൽ ജീവിക്കുകയും ചെയ്ത ഇന്ത്യൻ സമൂഹത്തെ ഇപ്പൊ വ്യാപകമായി ബാധിച്ചിട്ടുണ്ട്. അതിന്റെ കൂടെയാണ് പറ്റീഷ പറഞ്ഞ ആ പോയിന്റിലേക്ക് ഞാൻ വരാതിരുന്ന. പറ്റീഷ അത് തന്നെ തുടക്കത്തിൽ തന്നെ പറഞ്ഞതുകൊണ്ടാണ് പറഞ്ഞത്, നമ്മുടെ ആഘോഷങ്ങൾ, നമ്മുടെ കൾച്ചർ അത് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു എന്നാ പറയണേ, അതൊരു പ്രിവിലേജ് ആയിട്ട് കണ്ടിട്ട് നമ്മൾ ഈ നിരത്തുകളിൽ, കാരണം ഈ ശബ്ദ കോലാഹലം എന്ന് പറയുന്നത് ഈ വിദേശ രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് വെള്ളക്കാർക്ക് ഒക്കെ വളരെ അലോസരം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അവര് വളരെ ക്യൂ പാലിക്കുകയും സമാധാനത്തോടു കൂടി ജീവിക്കുകയും ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു സമൂഹത്തിന്റെ ഇടയ്ക്കാണ് നമ്മൾ വന്നിട്ട് ഇല്ലാത്ത തട്ടുകൊളുപ്പൻ, ചെണ്ട പരിപാടി, പള്ളി കുന്തം പെരുന്നാള് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കൾച്ചറുമായിട്ട് നമ്മളൊരു വേറൊരു വിദേശ രാജ്യത്തേക്ക് കുടിയേറുമ്പോൾ ആ കൾച്ചറിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ രീതികളും ഒക്കെ നമ്മൾ അവിടെ വെച്ചിട്ട് പോരാൻ താല്പര്യമുള്ളവർ മാത്രം, നമ്മുടെ മതവും ജാതിയും പ്രശ്നങ്ങളും എല്ലാം അപ്പൊ നമുക്കതൊക്കെ അനുഷ്ഠിക്കാം. പക്ഷെ അതൊരു സമാധാനപരമായിട്ടുള്ള ആ ഒരു ഇന്റഗ്രേഷൻ ഇല്ലെങ്കിൽ തന്നെ അതിന് ഈ രീതിയിലുള്ള ഒരു പ്രതികരണം. പക്ഷെ ഇപ്പൊ ഗ്ലോബലി ഇതൊരു വലിയ വിഷയമായിട്ട് വന്നിട്ടുണ്ട്. കാരണം ഇപ്പം ആഫ്രിക്കൻ കൺട്രികളിൽ പോലും ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തു വരുന്നുണ്ടെന്നുള്ളതാണ് നമുക്കിപ്പോൾ വരുന്ന. കാരണം ലോകം മുഴുവൻ, കാരണം ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് ഇപ്പൊ ഇന്ത്യ, ചൈന പോലെ. ചൈനക്കാർക്കെതിരെ അത്ര പ്രശ്നമില്ല, കാരണം ചൈനക്കെതിരെ ആൾക്കാർക്കെതിരെ അത്ര പ്രശ്നം വരുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് നമുക്കറിയില്ല. പക്ഷെ ഇന്ത്യക്കാർക്കെതിരെ നല്ല വ്യാപകമായിട്ടുള്ള ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ മുൻപുള്ള കാലങ്ങളിലും ഇതുപോലെയുള്ള ആഘോഷങ്ങൾ ഉണ്ടായിരുന്നു. ഇതുപോലെ ഇന്ത്യക്കാരുടെ ജീവിത നിലവാരം ഉയർന്ന നിലവാരത്തിലായിരുന്നു, അവര് വിദ്യാഭ്യാസത്തിലും ഉയർന്ന നിലവാരത്തിലായിരുന്നു. ഇതൊക്കെ മുൻപും ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഉണ്ടായിട്ടുള്ള ഒരു ഇൻവേഷൻ എന്ന് പറയുന്നത്, ഒരു എന്താ പറയാ, ഒരു
ഇമിഗ്രേഷന്റെ ഒരു ഹൈ പീക്ക് എന്ന് പറയുന്നത് ഒരു 2000 എനിക്ക് തോന്നുന്നു 2014 ശേഷം, അത് കോവിഡിന് ശേഷം ഉണ്ടായ ഒരു പീക്ക്. ഇതൊക്കെ വന്നിട്ട് ഈ ഉള്ള വിദേശ രാജ്യങ്ങളിലുള്ള അവരുടെ നാട്ടുകാരെ അവർക്ക് അത് എത്രത്തോളം അവരെ പിന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടെന്നുള്ളതും ഇപ്പൊ ജിൻസ് പറഞ്ഞ ആ വിഷയങ്ങളെല്ലാം തന്നെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അവരുടെ ജീവിതത്തിനെ എത്രത്തോളം അത് ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടെന്നുള്ളതും, പിന്നെ ഈ സിവിക് സെൻസ് എന്നുള്ള കാര്യം അത് എത്രത്തോളം അത് അവരെ ബാധിക്കുന്നുണ്ടെന്നുള്ളത് നമ്മളുടെ നാട്ടിൽ നിന്ന്, ഞാൻ പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യക്കാരെന്നല്ല മറ്റു രാജ്യങ്ങളിൽ നിന്ന് വരുന്നവരും ഇതൊക്കെ എത്രത്തോളം പാലിക്കുന്നുണ്ടെന്നുള്ളതും, അത് അവരുടെ നാടിന്റെ കൾച്ചറിനെയും അല്ലെങ്കിൽ അവരുടെ നാട് എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതിനെ എങ്ങനെയാണ് അത് തകിടം മറിക്കുന്നു എന്നുള്ളതും കണ്ടിട്ട് അത് അവർക്ക് മടുത്ത് ആ നാടിനെ അതിന് എന്താ പറയാ തലകീഴാക്കുന്നു എന്ന് തോന്നിയതിൽ നിന്ന് ഉരുവായ അല്ലെങ്കിൽ ഉണ്ടായ ഒരു പിന്നെ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് അവർ എത്തിയത് അതിൽ നിന്നാണോ എന്നാണോ വിൻസിന് തോന്നുന്നത്? എന്താണ് ഇതിൽ നിന്ന് എന്താണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു ഇതുണ്ടാവാനുള്ള പെട്ടെന്നുണ്ടായതല്ലേ? ഇപ്പൊ നമ്മുടെ പ്രസിഡന്റ് അങ്ങോട്ട് പോകുന്നതിന് മുന്നേ തന്നെ ഇങ്ങനെയുള്ള ഒരു നീക്കങ്ങളൊക്കെ പല സ്ഥലങ്ങളിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇത്രയധികം ഒരു വലിയൊരു ആൾക്കൂട്ടവും ഒരു 100,000 പീപ്പിളൊക്കെ പങ്കെടുക്കുന്ന ഇത്രയും നല്ലൊരു പ്രൊട്ടസ്റ്റ് ഉണ്ടാകുക, ഇത്രയും ആൾക്കാർ അതിനെതിരെ സംസാരിക്കുക, അവര് പറയുന്നുണ്ട് ഞങ്ങള് സമ്പാദിക്കുന്ന ശമ്പളം ജോലി ചെയ്തുണ്ടാക്കുന്ന ഞങ്ങൾ കൊടുക്കുന്ന ടാക്സിൽ നിന്ന് ഈ വരുന്ന റെഫ്യൂജീസ് അസൈലം എടുക്കുന്ന ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കുക, ഹെൽത്തിനുള്ള പൈസ കൊടുക്കുക, അവരുടെ പല്ല്, കണ്ണ്, ലെൻസ്, ഗ്ലാസിന് പൈസ കൊടുക്കുക എന്നൊക്കെ പറയുക എന്ന് പറയുന്നത് ഞങ്ങൾക്ക് സമ്മതിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യമല്ലെന്ന് പറഞ്ഞുകൊണ്ട് പ്രൊട്ടസ്റ്റ് ചെയ്യുക എന്ന് പറയുമ്പം അതിനെ എങ്ങനെ വിൻസ് കാണുന്നത്? അതിനെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ പ്രത്യേകിച്ചും ഇന്ത്യക്കാര് ഇത് വളരെ കൃത്യമായിട്ട് ഇത് മനസ്സിലാക്കേണ്ട ആൾക്കാരാണ്. നമ്മൾ വളരെയധികം ഉപദേശീയതകളും എല്ലാം ഉള്ളൊരു രാജ്യത്തു നിന്നാണ് നമ്മൾ വരുന്നത്. എപ്പോഴും ഡിഫറെന്റ് ആയിട്ടുള്ള ആൾക്കാരെ സംശയദൃഷ്ടിയോടുകൂടി കാണുക എന്നുള്ളത് ഏത് സമൂഹത്തിലും നമ്മൾ വളരെ കൃത്യമായിട്ട് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഡൽഹിയിൽ ചെല്ലുമ്പോൾ, ഞാൻ 1987 ഡൽഹിയിൽ ഓൾ ഇന്ത്യ ടൂർ പോയി കടയിൽ പോയി ബാർഗെയിൻ ചെയ്യുമ്പോൾ നമുക്ക് ഹിന്ദി അറിയാൻ പാടില്ലാത്തപ്പോൾ ഞാൻ കേട്ട സംസാരമാണ്. അവിടെ ദേശീയത എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ മരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മളോട് ചോദിക്കുവാണ് ഹിന്ദി മാലും നഹിത്തെ ക്യാ ഇന്ത്യൻ ഹേതു. ഇത് നമ്മൾ കേട്ടിട്ടുള്ളതാണ്, എന്റെ ചെവി കൊണ്ട് ഞാൻ കേട്ടിട്ടുള്ളതാണ്. കരോൾ ബാഗിലും അങ്ങനത്തെ സ്ഥലങ്ങളിലും ഡൽഹിയിലൊക്കെ ട്രാവൽ ചെയ്യും. നമ്മുടെ കേരളത്തിലെ സിറ്റുവേഷൻ തന്നെ എടുത്തു കഴിഞ്ഞാൽ, നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്ത് പോയി താമസിക്കുമ്പോൾ, ഞാൻ തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കാൻ പോയപ്പോൾ, എറണാകുളത്ത് നിന്ന് തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കാൻ പോയപ്പോൾ ഒരു ദിവസം തൃശ്ശൂരുള്ള ഒരുത്തിനുമായിട്ട് ഞാൻ ക്ലാസ്സിൽ വെച്ചൊരു ആർഗ്യുമെന്റ് ഉണ്ടാവുകയും അവൻ എന്നോട് പറഞ്ഞ വാക്കെന്നറിയോ? വരുത്തുമാർ ഇവിടെ വന്ന് കിടന്ന ആളുകൾ ഇരിക്കുന്നതാണോ? അപ്പൊ ഇതൊരു അമേരിക്കക്കാരോ വെളുത്ത ആൾക്കാരോ ഇന്ത്യക്കാർക്കെതിരെ മാത്രം ചെയ്യുന്ന ഒരു സംഭവമൊന്നുമല്ല. ഡിഫറെന്റ് ആയിട്ടുള്ള ആൾക്കാരെ എപ്പോഴും സബ്ജുഗേറ്റ് ചെയ്യാനും സബ്ഡ്യൂ ചെയ്യാനും അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ചെറിയ കുറ്റങ്ങൾ വലുതാക്കി കാണിക്കാനും എല്ലാം ഉള്ള പ്രവണത ഏത് ഭൂരിപക്ഷത്തിനുമുള്ള ഒരു പ്രവണതയാണ്. അപ്പൊ നമ്മൾ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു ഇന്ത്യക്കാർക്കെതിരായിട്ട്, നമ്മൾ ഇന്ത്യക്കാരാണ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അതെല്ലാം അപ്പൊ തന്നെ ഭയങ്കര ഒരു ഇന്ത്യൻ വിരോധമായിട്ടൊക്കെ എടുത്ത് മുടിച്ചിട്ടിരിക്കുന്നത്. നമ്മളുടെ നമ്പേഴ്സ് വളരെ കൂടുതലാണ്. ഇപ്പൊ നമ്മൾ ഇമിഗ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ H1 എടുക്കുക, 67-70% വരുന്നത് ഇന്ത്യക്കാരാണ്. H1 കൂടി വന്നു. നമ്മുടെ നമ്പർ കഴിഞ്ഞ 10, 15, 20 കൊല്ലം കൊണ്ട് അമേരിക്കയിൽ ഒത്തിരി ഇരട്ടികളായിട്ടാണ് വർദ്ധിച്ചത്. ഇപ്പൊ മലയാളികൾ തന്നെ ഉണ്ട് 6 ലക്ഷം. ഞാനൊക്കെ ഇവിടെ വരുമ്പോൾ ഇന്ത്യക്കാർ മൊത്തം 6 ലക്ഷം കൊണ്ടുവരുന്നുള്ളൂ. ഇപ്പൊ മലയാളികൾ തന്നെയുണ്ട് അമേരിക്കയിൽ 6 ലക്ഷം മലയാളികൾ. അപ്പൊ നമ്മളുടെ നമ്പർ ബിക്കോസ് ഓഫ് അവർ പോപ്പുലേഷൻ വി ടേക്ക് മെജോറിറ്റി ഓഫ് ദി ഇമിഗ്രന്റ് ഷെയർ. അപ്പൊ നാച്ചുറലി വി ഗെറ്റ് നോട്ടീസ്ഡ്. ഈ വെളുത്ത ആൾക്കാരുടെ തന്നെ ഇപ്പം നമ്മൾ ഇറ്റലി എടുത്തു കഴിഞ്ഞാൽ, ഈ സതേൺ ഇറ്റലിയിലെ ആൾക്കാരെ നോർത്തേൺ ഇറ്റലിയിലെ ആൾക്കാര് എന്തോരം ഡിസ്ക്രിമിനേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അറിയോ? സെക്കൻഡ് വേൾഡ് വാറിന്റെ ഒക്കെ ടൈമിൽ സതേൺ ഇറ്റലി വാസ് പൂർ. ഇപ്പോഴും നേപ്പിൾസിലെ ആൾക്കാരോടൊക്കെ ഈ മിലാനിലൊക്കെ താമസിക്കുന്ന ആൾക്കാർക്ക് പുച്ഛമാണ്. ഞാൻ ടസ്കനി ചെന്നിട്ട് ടസ്കനിയിൽ ഒരു ദിവസം ഒരു എക്സിറ്റ് എടുത്ത് വഴിയിലോട്ട് ഇറങ്ങി സംസാരിച്ചപ്പോഴത്തേക്കും നിങ്ങൾ റോമൻസ് എന്ന് പറഞ്ഞ് സംസാരിച്ചപ്പോഴത്തേക്കും അതിനെ അവർ പറയുന്നതാ, ടസ്കനിയുടെ ആൾക്കാർ പറയുന്നതാ, ഹേ ഞങ്ങൾ റോമൻസ് വരാം, വി ആർ ടസ്കൻസ്, സ്മോൾ രാജ്യം ഇറ്റലി. അപ്പോ അതും എല്ലാം വെളുത്ത ആൾക്കാർ, കണ്ടു കഴിഞ്ഞാൽ എല്ലാം ഒരുപോലെ ഇരിക്കുന്ന ആൾക്കാർ. അമേരിക്കയിൽ എടുക്കുക, അയർലൻഡിൽ നിന്ന് വന്നവരെ, ഇറ്റലിയിൽ നിന്ന് വന്നവരെ എന്തുവരെ മോശമായിട്ട് അമേരിക്കയിലെ മെജോറിറ്റി വൈറ്റ് കമ്മ്യൂണിറ്റി മോശമായിട്ട് ട്രീറ്റ് ചെയ്തിട്ടുണ്ട് പണ്ട് കാലത്ത് 1930s, 40s, 60s. അപ്പൊ ഇതൊരു ഇന്ത്യക്കാർക്കെതിരായിട്ടുള്ള വലിയൊരു സംഭവമൊന്നുമല്ല. നമ്മളത് നാച്ചുറൽ ആയിട്ട് നമുക്ക് ഇന്ത്യക്കാരെ ഇടപെടുമ്പോഴത്തേക്കും നമ്മളത് കൂടുതൽ അറിയുന്നു, നമ്മളത് കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്യുന്നു.
അപ്പോൾ ഉടനെ നമ്മളത് ഇന്ത്യൻ ആയിട്ട് മാറ്റുന്നു. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ നിന്നുള്ള ട്രെയിനിങ് ഒക്കെ ഭയങ്കര ഇന്ത്യൻ ഒരു സ്പിരിറ്റ് ഒത്തിരി ഉള്ള ഒരു ട്രെയിനിങ്ങിലാണ് നമ്മൾ വളർത്തിവിട്ടിട്ടുള്ളത്. പിന്നെ വേറൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഈ ഇമിഗ്രേറ്റ് ചെയ്യാൻ കാരണമാകുന്നതിന് നമ്മുടെ കൾച്ചറിന് ഒരു പരിധി വരെ പങ്കുണ്ട്. നമ്മളൊരു ക്യാപിറ്റലിസ്റ്റ് കൾച്ചർ അല്ല, വളരെ അഗ്രസീവായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു കൾച്ചർ അല്ല. വി ആർ എ വെരി ഈസി ഗോയിങ് പീപ്പിൾ, എസ്പെഷ്യലി മലയാളീസ്. ബിക്കോസ് നമ്മൾ ഇക്വേറ്ററിലാണ്, നമുക്ക് സ്നോയിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. വി നോട്ട് വറി അബൌട്ട് എക്സ്ട്രീം കോൾഡ്, എക്സ്ട്രീം വെതേഴ്സ്. അപ്പൊ നമ്മൾ ജോലി ചെയ്താലും ജോലി ചെയ്തില്ലെങ്കിലും ഒക്കെ അവിടെ ഇടിച്ചിട്ട് കപ്പ ഒഴിച്ചു വെച്ചാലും നമുക്ക് ജീവിച്ചു പോവാം. അങ്ങനത്തെ ഒരു സ്ഥലത്ത് നമ്മൾ വരുന്നത്. വി വർ വെരി റിലാക്സ്ഡ് പീപ്പിൾ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ ഈ സെലിബ്രേഷൻസും ഉത്സവങ്ങളും ഇതെല്ലാം ഭയങ്കര ഗംഭീരമാണ്. അപ്പോ നമ്മളൊരു നാട്ടിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ ആ നാട് ഇവിടെ റീക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിച്ചാൽ നാച്ചുറലി ഈ നാട്ടിലുള്ളവർക്ക് അതുകൊണ്ട് പ്രശ്നം തോന്നും. അതിന് യാതൊരു സംശയവുമില്ല. അതിന്റെ മാഗ്നിറ്റ്യൂഡ്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മളൊരു സ്ഥലം റെന്റ് ചെയ്ത് അവിടെ പോയി നമ്മൾ മുണ്ടുടുത്ത് അല്ലെങ്കിൽ സാരി ഉടുത്ത് ഭരതനാട്യം കളിച്ച് അല്ലെങ്കിൽ തിരുവാതിര കളിച്ച് അത് തിരിഞ്ഞു പോയാൽ പ്രശ്നമില്ല. ഇപ്പൊ അത് മാറി നമ്മുടെ നമ്പർ കൂടി കഴിഞ്ഞപ്പോൾ നമ്മൾ റോഡിലേക്ക് ഇറങ്ങാൻ തുടങ്ങി, ചെണ്ടയൊക്കെ ആയിട്ട്. ഇവിടെ എല്ലാ പള്ളികളിലും ഞാൻ കാണുന്നതാണ്. ഞാൻ എന്റെ പള്ളിയിൽ എനിക്ക് ചെണ്ട കൊട്ടിന് എനിക്ക് വളരെ അഭിമാനത്തോടുകൂടി ഞാൻ ആ ചെണ്ട കൊട്ട് ഞാൻ ആസ്വദിച്ചിട്ടുണ്ട് എന്റെ സീറോ മലബാർ സിറിയൻ പള്ളിയിൽ. പക്ഷേ പല സ്ഥലങ്ങളിൽ ഞാൻ ഇപ്പൊ കാണുന്നത്, എസ്പെഷ്യലി ന്യൂയോർക്ക്, ഷിക്കാഗോ പോലുള്ള സ്ഥലങ്ങളിൽ നമ്മുടെ നമ്പർ അങ്ങോട്ട് കൂടി കഴിഞ്ഞപ്പം നമ്മുടെ ധൈര്യം അങ്ങോട്ട് കൂടി. ഉടനെ നമ്മൾ ഗേറ്റ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങണം, വഴിയിലോട്ട് ഇറങ്ങണം. ഇപ്പൊ ന്യൂയോർക്കിൽ അപ്പൊ നാച്ചുറലി ആ ഒരു, ഇപ്പം ചൈനക്കാരുടെ കാര്യം പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞു ചൈനക്കാർക്കെതിരെ ഇങ്ങനത്തെ അറ്റാക്ക് ഉണ്ടാവുന്നില്ല എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ്? അവരുടെ കൾച്ചർ ഒന്നും വലിയ കാര്യമായിട്ട് പ്രൊമോട്ട് ചെയ്യാനൊന്നും ശ്രമിക്കാറില്ല. അവരുടെ കാര്യം നോക്കി ജീവിച്ചു പോകുന്നു. ഈ ഇന്ത്യക്കാര് എസ്പെഷ്യലി നമ്മൾ വളരെ വോക്കൽ ആയിട്ടുള്ള ആൾക്കാരാണ് ചൈനക്കാരുമായിട്ട് കമ്പയർ ചെയ്താൽ. ചൈനക്കാർ വളരെ സൈലന്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. പ്രത്യേകിച്ച് അവർക്ക് അവരുടെ മൊണാർക്കി കഴിഞ്ഞിട്ട് അവർ നേരെ കമ്മ്യൂണിസത്തിലേക്കാണ് പോയത്. അവർക്കൊരു ഫ്രീഡം എന്ന് പറയുന്ന ഒരു സാധനം അവരുടെ നാട്ടിൽ അവർക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ പേടിച്ചാണ് അവർ ജീവിച്ചത്, ജനറലി സ്പീക്കിംഗ്. ഇന്ത്യക്കാരനുണ്ട് അതർ ഹാൻഡ് നമ്മൾ 10-200 കൊല്ലം ഇൻഡിപെൻഡൻസ് ഇല്ലാണ്ട് നമ്മൾ സ്ട്രഗിൾ ചെയ്തു. അപ്പൊ നമ്മൾ വർത്തമാനം പറയാൻ പഠിച്ചു, സത്യാഗ്രഹം നടത്താൻ പഠിച്ചു. നമ്മൾ കംപ്ലീറ്റ് ഒരു വളരെ വോക്കൽ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് മാറി, ഈവൻ ദോ വി വർ അണ്ടർ ബ്രിട്ടീഷ്. അപ്പൊ അത് നമ്മൾ ചരിത്രത്തിലെല്ലാം നമ്മളത് കാണിക്കും. നമ്മൾ വർത്തമാനം പറയണത്രയും വേറെ ഇമിഗ്രൻസ് വർത്തമാനം പറയാറില്ല. എവിടെ ചെന്നാലും നമുക്ക് ഒത്തിരി കഥകൾ പറയാനുണ്ട്. ദർ ഇസ് നത്തിങ് റോങ് വിത്ത് ഇറ്റ്. പക്ഷേ എല്ലായിടത്തും നമ്മൾ മനസ്സിലാക്കണം, വി ആർ ഗെറ്റിംഗ് നോട്ടീസ്ഡ് വെൻ വി ഡു ദാറ്റ്. അതായത് ഫസ്റ്റ് ഓഫ് ഓൾ പീപ്പിൾ ഡോണ്ട് ലൈക്ക് ഡിഫറൻസസ്. ഇപ്പൊ ഞാൻ ഇവിടെ വന്ന് താമസിക്കുന്നത് വളരെ റൂറൽ ആയിട്ടുള്ള ഒരു ഫ്ലോറിഡ കമ്മ്യൂണിറ്റിയിലാണ് ഞാൻ ജീവിക്കുന്നത്. കംപ്ലീറ്റ് വൈറ്റ് ആയിട്ടുള്ള ആൾക്കാർ, എല്ലാവരും വലിയ ഏക്കറേജിൽ പശുവിനെയൊക്കെ വളർത്തി ജീവിക്കുന്ന, ഒത്തിരി പൈസക്കാരല്ല, പക്ഷെ പശുവിനെയൊക്കെ സാധാരണ നാടൻ ഗ്രാമീണ അമേരിക്കൻസ്. അവരുടെ ഇടയിൽ എന്തുകൊണ്ട് എനിക്കൊരു പ്രശ്നം ഉണ്ടാകാതെ ഞാൻ അക്സെപ്റ്റഡ് ആയി? ബിക്കോസ് ഞാൻ പലരുമായിട്ടും ഇൻട്രൊഡ്യൂസ്ഡ് ആയി സംസാരിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ അവർക്ക് ആദ്യമായിട്ട് മനസ്സിലായി നമ്മൾ പള്ളിയിലാണ് പോകുന്നതെന്ന് മനസ്സിലായി. ഐ എം നോട്ട് സേയിങ് ഇതൊരു വർഗീയത ഒരു നല്ല കാര്യമാണെന്നല്ല ഞാൻ പറയുന്നത്. ഉടനെ അവരുടെ സംശയം പകുതി അങ്ങോട്ട് പോയി. ഇവൻ പള്ളിയിലാണ് പോകുന്നത്, ഞാൻ കാത്തലിക് ചർച്ചിലാണ് പോകുന്നത്. അപ്പൊ പോകുന്നത് കണ്ടു. പിന്നെ അവർക്ക് മനസ്സിലായി ഞാനൊരു ട്രംപ് സപ്പോർട്ടറാണെന്ന് മനസ്സിലായി. ഓക്കെ, ഇവൻ നമ്മുടെ ആളാണ്. നമ്മുടെ പറമ്പിൽ നമ്മൾ വെല്ലിക്കാരുടെ ഫ്ലാഗ് പോസ്റ്റിൽ വലിയൊരു അമേരിക്കൻ ഫ്ലാഗ് തൂക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പം പലരും വീട് വിസിറ്റ് ചെയ്യാനൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് മനസ്സിലായി നമ്മളിവിടുത്തെ അവരെക്കാൾ കൂടുതൽ അമേരിക്കൻ പൊളിറ്റിക്സ് അറിയാവുന്ന. ഇപ്പൊ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ തന്നെ കാര്യങ്ങൾ ഇവർക്ക് ആർക്കും അറിയില്ല. ഇവർ എന്നോട് ചോദിച്ചാണ് ഇപ്പൊ മനസ്സിലാക്കുന്നത് പാർട്ടി എന്താ ചെയ്യുന്നത്. സോ അപ്പൊ നമ്മളെ സംബന്ധിച്ച് അവർ നോക്കുമ്പോൾ ഈ കളർ ഡിഫറൻസ് ഒരു വലിയ ഇഷ്യൂ അല്ല. കളർ ഡിഫറൻസ് കൊണ്ട് നമ്മൾ നോട്ടീസ് ചെയ്യപ്പെടുമായിരിക്കാം. പക്ഷെ അതിനേക്കാൾ ഉപരി അമേരിക്കയുടെ ഹിസ്റ്ററിയെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയാലും, അമേരിക്കയുടെ പൊളിറ്റിക്സിനെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയാലും, കൺസർവേറ്റീവ് മൂവ്മെന്റിനെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയാലും, എവിടെയും എനിക്ക് അവരെക്കാൾ കൂടുതൽ കാര്യങ്ങൾ അറിയാം. അവർ വിശ്വസിക്കുന്ന കാര്യങ്ങളിൽ തന്നെ. ഞാൻ ട്രംപിന്റെ പോസ്റ്റർ വയ്ക്കുന്നു. അപ്പൊ നാച്ചുറലി ദേ ആർ ലുക്കിംഗ്, ഓ ദിസ് ഗൈ ഈസ് ഫൈൻ. വൈ? ബിക്കോസ് they considered me as one of their own. Why? Even though skin color is different, they know that I am one among them. വേറെ വ്യത്യാസങ്ങളില്ല. അപ്പൊ ഈ വ്യത്യാസങ്ങളാണ് നമ്മളെ നോട്ടീസ് ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ ആ വ്യത്യാസങ്ങളുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെ നമ്മൾ സിറ്റി സ്ക്വയറിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ ഡെഫിനറ്റ്ലി വിൽ ബി ടാർഗറ്റഡ്. ഇപ്പൊ നേരത്തെ ആഫ്രിക്കനെ കുറിച്ച് പറഞ്ഞു. ആഫ്രിക്കയിൽ പോലും വരാൻ തുടങ്ങിയെന്ന് നിങ്ങൾ ആരോ പറഞ്ഞ് ഞാൻ കേട്ടു. ആഫ്രിക്കയില് ഇദി അമീൻ നമ്മുടെ ആൾക്കാരെ ജീവനോട് തിന്നാൻ ശ്രമിച്ചിട്ടുള്ള ആളാണ് പണ്ട് ഉഗാണ്ടയില്. സൗത്ത് ആഫ്രിക്കയില് ഇന്ത്യക്കാർക്കെതിരെ പ്രശ്നങ്ങളുണ്ടായിരുന്നു, വൈറ്റ്സിന്റെ പ്രശ്നങ്ങളുണ്ടായിരുന്നു, ബ്ലാക്സിന്റെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇപ്പോഴും ഇന്ത്യക്കാർ സൗത്ത് ആഫ്രിക്കയിലെ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്, ബ്ലാക്സിന്റെ അടുത്തുനിന്ന് വൈറ്റ്സ് ഫേസ് ചെയ്യുന്നത് പോലെ തന്നെ. അപ്പോ ഇതെല്ലാ രാജ്യത്തും എല്ലാ കൾച്ചറിലും. ജസ്റ്റ് തിങ്ക് അബൌട്ട് മിഡിൽ ഈസ്റ്റ്. ഞാൻ സൗദി അറേബ്യയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. എത്ര പ്രാവശ്യം എന്നെ മുസ്ലിം ആക്കാൻ നോക്കിയിട്ടുണ്ടെന്ന് പറയും ആൾക്കാർ.
പതുക്കെ പതുക്കെ പറയുന്നു, നീ ഇങ്ങനെ വരണം, അതിന് വരണം, ഇതിന് വരണം എന്ന് പറയുന്നു. ഞാൻ ഇവിടെ പോയി, നമ്മുടെ സൈപ്രസിൽ പോയി നിക്കോഷ്യ ബോർഡർ ക്രോസ് ചെയ്തു. നിക്കോഷ്യ 3/4 of Nicosia is controlled by the old Cyprus, the Greek Cyprus. The rest of Nicosia is controlled by Turkey. ജസ്റ്റ് ബോർഡർ ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് ഇറങ്ങിയുള്ളൂ. ഒരാൾ ഒന്നിനോട് പറയുവാണ്, നിനക്ക് താടിയുണ്ട്, നീ എല്ലാം ഗ്രേറ്റ് ആണ്, നിനക്ക് എന്തുകൊണ്ട് മുസ്ലിം ആയിക്കൂടാ? അപ്പൊ നാച്ചുറലി എല്ലാവർക്കും ഒരു ടെൻഡൻസി ഉണ്ട്, നമ്മൾ കാണുന്ന ആൾക്കാരെല്ലാം നമ്മുടെ കൂടെ കൂട്ടുക, നമ്മളെപ്പോലെ ആക്കുക എന്നുള്ളത്. നമ്മളെപ്പോലെ ആവാതെ നമ്മൾ ഒരു റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഫോഴ്സ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്കെതിരെ മെജോറിറ്റി ആക്ട് ചെയ്യും. ദർ ഇസ് നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. അത് തന്നെയാണ് ഇപ്പൊ ഇന്ത്യയിൽ സംഭവിക്കുന്നത്. നമ്മൾ ഈ മൈനോറിറ്റി പീഡനം കൂടി 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 അവസാനം എന്ത് പറ്റി? മെജോറിറ്റി പറഞ്ഞു ഇനഫ് ഈസ് ഇനഫ്. ദെൻ നൗ മോഡി ഈസ് കൺസിസ്റ്റന്റ്ലി വിന്നിങ്. പണ്ട് BJPക്ക് അവിടെ ഇലക്ഷൻ ജയിക്കാൻ പറ്റുമായിരുന്നു. വൈ? ബിക്കോസ് ഇന്ത്യക്കാരെല്ലാം വിചാരിച്ചിരുന്നു മൈനോറിറ്റി നമ്മൾ ടേക്ക് കെയർ ചെയ്യണം, അവർ നല്ലവരാണ്. മറ്റേ ഈ മൈനോറിറ്റിനെ പ്രീണിപ്പിക്കുന്നു, മെജോറിറ്റിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല എന്നുള്ള ഫീലിംഗിൽ നിന്നാണ് മോഡി ഇലക്ഷൻ ജയിക്കാൻ തുടങ്ങിയത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ ഇന്ത്യൻ വിരോധം എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഇതിനൊരു സൈക്കോളജിക്കലായിട്ടും ഫിലോസോഫിക്കലായിട്ടും ഉള്ളൊരു വേർഷൻ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ ഇതിന്റെ റൂട്ട് കോസ് നമുക്ക് മനസ്സിലാവും. ഈ റൂട്ട് കോസ് മനസ്സിലായാൽ നമ്മൾ പ്രശ്നം ഉണ്ടാക്കാത്ത രീതിയിൽ ജീവിക്കാൻ നമ്മൾ പഠിക്കും. ഇപ്പൊ ഞാൻ എന്റെ പള്ളിയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ചെണ്ട കൊട്ടുന്നത് നല്ലത്, പക്ഷെ നമ്മളെ പള്ളിയുടെ കോമ്പൗണ്ടിൽ നമുക്ക് സ്വന്തമായിട്ടുള്ള മതിലിന്റെ ഉള്ളിൽ നമുക്ക് ചെണ്ട കൊട്ടാം, നോ പ്രോബ്ലം. പക്ഷെ വഴിയിലോട്ട് ഇറങ്ങുന്നതിന് ഐ വിൽ നോട്ട് സപ്പോർട്ട്, ബിക്കോസ് ദെൻ വി ആർ ഡിസ്റ്റർബിങ് ദ ലോക്കൽ വേസ് ഓഫ് ഡൂയിങ് തിങ്സ്. ഒരു ദിവസം ഞാൻ വാഷിംഗ്ടൺ DC എന്റെ ഓഫീസിൽ, ടൈസൺസ് കോർണറിൽ എന്റെ ഓഫീസിൽ ഇരുന്ന് ഞാൻ എന്റെ ജനലിൽ കൂടി പുറത്തേക്ക് നോക്കുമ്പോൾ ഞാൻ കാണുന്നതാണ്, പാർക്കിംഗ് ലോട്ടിൽ ഒരാള് കാറ് തുറന്ന് കാറിന്റെ ഉള്ളിൽ നിന്ന് ഷീറ്റ് എടുത്ത് വിരിച്ചിട്ട് നിസ്കരിക്കുന്നു. ആൻഡ് ഹി ഡസ് ഇറ്റ് വെനെവർ ഹി ഈസ് ഇൻ ദ ഓഫീസ്, ഹി ഗോസ് ഔട്ട്സൈഡ്. ആൻഡ് അപ്പം ആൾക്കാർ നോക്കുമ്പോൾ വേറെ ആരും അവിടെ അവരുടെ റിലിജിയനെ സെലിബ്രേറ്റ് ചെയ്യുന്നില്ലല്ലോ. ക്രിസ്ത്യാനി അവിടെ കുർബാന ചെല്ലുന്നുണ്ടോ? വഴി നിന്നുകൊണ്ട്. ഹിന്ദു അവിടെ ഒന്നും ചെയ്യുന്നില്ല, പക്ഷെ ഒരു മുസ്ലിം ഒന്നും നിസ്കരിക്കുന്നു. പിന്നെ എന്തുകൊണ്ട് മുസ്ലിംസിനോട് വിരോധം ഉണ്ടാവുന്നു അല്ലെങ്കിൽ മുസ്ലിംസിനെ നോട്ടീസ് ചെയ്യുന്നു എന്നുള്ള ചോദ്യത്തിന് യാതൊരു പ്രസക്തിയില്ല. ബിക്കോസ് ദേ വാണ്ട് ടു ബി ഡിഫറെന്റ്. ദേ ആർ ഷോയിങ് ദാറ്റ് വി ആർ ഡിഫറെന്റ് ആൻഡ് വി വാണ്ട് ടു ഷോ ദാറ്റ് ഡിഫറൻസ്. അപ്പൊ ഞാൻ പറയുന്നത്, ആ ഡിഫറൻസ് ഇപ്പൊ നമ്മൾ ഇമിഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ലോക്കൽ കൾച്ചറിലേക്കാണോ നമ്മൾ ഇമിഗ്രേറ്റ് ചെയ്യുന്നത്. ഞാൻ സൗദി താമസിച്ചിട്ടുണ്ട്. ഞാനിപ്പോ സൗദിക്കാരനെ പോലെ ഞാൻ താമസിച്ചത്. പാർക്കിങ്ങിൽ ചെന്ന് നിന്ന് കഴിഞ്ഞാൽ, ലൈറ്റിൽ ചെന്ന് നിന്ന് കഴിഞ്ഞാൽ അപ്പുറത്തെ വണ്ടിയിൽ ഒരു പെണ്ണിരിപ്പുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ മുമ്പോട്ടോ അല്ലെങ്കിൽ മുമ്പോട്ടോ കിടക്കണം. ഞാൻ ചെയ്തിട്ടുണ്ട്. ഒപ്പം പോയി മത്സരിച്ച് നിൽക്കാൻ നോക്കിയിട്ടില്ല. വൈ? എന്നെ ജയിലിൽ പിടിച്ചിട്ടു, എന്നെ പോലീസ് പിടിച്ചിട്ടു പോകും. ഇപ്പുറത്തെ വണ്ടിയിൽ ഒരു പെണ്ണിരിപ്പുണ്ടെങ്കിൽ നമ്മൾ ഇപ്പുറത്തെ ആണ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ കൊണ്ട് നമുക്ക് പാർക്ക് ചെയ്യാൻ പാടില്ല. നമ്മൾ പെണ്ണാണെന്ന് മനസ്സിലാക്കിയാൽ ഏതൊരു മുമ്പോട്ടോ അല്ലെങ്കിൽ പുറകോട്ടോ ഇറങ്ങി നിൽക്കണം. അതാണ് സൗദിയിലെ നിയമം. അത് പാലിച്ചിട്ടുള്ള ആളാണ് ഞാൻ. അപ്പൊ ഏത് നാട്ടിൽ നമ്മൾ പോയാലും ആ രീതിയിലൊക്കെ കുറെ കാര്യങ്ങൾ നമ്മളെ അസിമിലേറ്റ് ചെയ്യാനും അതിന് റെഡി ആവണം. മുഴുവനായിട്ട് നമുക്ക് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല, പക്ഷെ നമ്മുടെ പിള്ളേർക്ക് പറ്റും. നമ്മൾ പിള്ളേരെയും കൂടി ഡിഫറെന്റ് ആക്കുവാണ് ഇപ്പം. അതെ, അതിലേക്ക് ഞാൻ വരാനിരിക്കുമായിരുന്നു. എന്താ വെച്ചാല് നമ്മള് ഈ ആഘോഷങ്ങൾ, ഇപ്പോ വിൻസും പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ആഘോഷങ്ങളും ഈ അതാത് രാജ്യങ്ങളിലെ ലോ നമ്മൾ പാലിക്കുക എന്നുള്ളത്, നിയമങ്ങൾ പാലിക്കുക എന്നുള്ളത്. നമ്മളിപ്പോ ഒരു രാജ്യത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇമിഗ്രേഷൻ ആയിട്ട് വരികയോ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എമിഗ്രേഷൻ ആയിട്ട് വരികയോ ചെയ്യുമ്പോഴും അവിടുത്തെ ലോ നമ്മൾ പാലിക്കുക എന്നുള്ളത് ഒരു കോമൺ സെൻസ് ആണ്. ആ നാട് ഇപ്പൊ നമ്മളൊരു വിസിറ്റിന് പോകുമ്പോൾ പോലും നമ്മൾ ആ നാടിന്റെ നിയമം എന്താണെന്ന് വായിച്ചറിഞ്ഞ് അല്ലെങ്കിൽ അറിവുള്ളവരോട് ചോദിച്ചറിഞ്ഞ്, ലോ മാത്രമല്ല ഞാൻ പറയുന്നത് അവിടുത്തെ പ്രാക്ടീസുകൾ, അവിടുത്തെ രീതികൾ, അവിടുത്തെ സിവിക് സെൻസുകൾ അറിഞ്ഞു പോവുക. എന്തുകൊണ്ട് സിംഗപ്പൂർ, മലേഷ്യ പോകുമ്പോൾ അല്ലെങ്കിൽ UAE പോലുള്ള രാജ്യങ്ങളിൽ പോകുമ്പോഴും നിങ്ങൾ അതൊക്കെ മനസ്സിലാക്കി പോകുന്നു. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ടും അവിടെ നിന്ന് നിങ്ങൾക്ക് പണി കിട്ടുമെന്ന് അറിയാവുന്നത് കൊണ്ടാണ്. എന്തുകൊണ്ട് മറ്റ് രാജ്യങ്ങളിൽ ഈ രാജ്യങ്ങൾ അതിനനുസരിച്ചുള്ള സ്വാതന്ത്ര്യം തന്നതുകൊണ്ടാണ്. ആ സ്വാതന്ത്ര്യത്തെ ദുരുപയോഗം ചെയ്ത് തുടങ്ങിയപ്പോഴാണ് ഇവിടെയുള്ള ആൾക്കാര് അതിനെതിരെ അവര് പ്രവർത്തിക്കാൻ തുടങ്ങിയത്. സോ ഇവിടെ നമ്മൾ ആഘോഷങ്ങളെ കുറിച്ച് പറയുമ്പോഴത്തേനും ഇപ്പോ അതിനുള്ള ഉദാഹരണം നിങ്ങൾ രണ്ടുപേരും തന്നെ പറഞ്ഞു കഴിഞ്ഞു. നമ്മള് ഇത്രയും അധികം ആൾക്കാര് ഇപ്പോഴും ചില സംഘടനകളൊക്കെ വലിയ വലിയ ഹാളുകൾ എടുത്തുകൊണ്ട് ഇത്രയും 10,000-3,000 ആൾക്കാരെ സംഘടിപ്പിച്ചുകൊണ്ട് ഹാളുകളിൽ പരിപാടി നടത്തിയ സംഘടനകൾ ഇവിടെയുണ്ട്. അതുപോലെ പല പല സ്റ്റേറ്റുകളിലും ഉണ്ട്. ഇത്രയും 3,000 ആൾക്കാർ വന്നാലും അവരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഹാളുകളും സ്വന്തമായുള്ള സംഘടനകളും ഇവിടെയുണ്ട്. അപ്പൊ അതുപോലെ ഹാളുകൾ എടുത്തുകൊണ്ട് ഹാളിനകത്ത് അവരുടെ പരിപാടികൾ വേറെ പുറത്തുള്ള ആൾക്കാർക്ക് ഡിസ്റ്റർബ് ഇല്ലാതെ സംഘടിപ്പിക്കുന്ന സംഘടനകൾ ഇന്നുമുണ്ട്. പക്ഷെ ഇത് അതിര് കടക്കുന്നത് എപ്പോഴാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിൻസൻ പറഞ്ഞതുപോലെ
ഇത് റോഡിലേക്ക് വന്നുകൊണ്ട് വലിയ ആഘോഷം, അതായത് നമ്മുടെ ശക്തി കാണിക്കുകയാണ്, ഞങ്ങൾ ഇന്ത്യക്കാരുടെ ശക്തി അല്ലെങ്കിൽ മറ്റു രാജ്യക്കാരുടെ ശക്തി ഇവിടുത്തെ നാട്ടുകാരെ കാണിക്കുകയാണ്, ഞങ്ങളെ കൊണ്ട് ഇതൊക്കെ സാധിക്കും എന്ന് പറഞ്ഞിട്ട്. ഇതിനൊരു ഉദാഹരണമാണ് ഇപ്പൊ ഞാൻ ഈ റീസെന്റ് ആയിട്ട് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. ഒരു പാർക്കിംഗ് ലോട്ടിൽ ഒരു ഫാമിലി, ഒരു ഹോൾ ഫാമിലി വന്നിട്ട് ആ ഒരു രണ്ട് കാർ പാർക്ക് ചെയ്യാവുന്ന സ്ഥലത്ത് ഇതുപോലെ ഇങ്ങനെ ബ്ലാങ്കറ്റ്, അവരുടെ ഒരു ജംകാൾ പോലത്തെ ഒരു സാധനം വിരിച്ചിട്ട് ഭക്ഷണം കഴിക്കുന്നു. അവര് എനിക്ക് തോന്നുന്നു ബ്രേക്ക്ഫാസ്റ്റ് ആണോ ലഞ്ചാണോ എന്ന് അറിയത്തില്ല, ഭക്ഷണം കഴിക്കുന്നു. ആൾക്കാർ പാർക്ക് ചെയ്യാൻ വരുന്നവർ കാണുന്നത് ഇതാണ്. ഇത് നമ്മുടെ നാട്ടിലൊക്കെ നടക്കുമായിരിക്കും, നമ്മുടെ നാട്ടിൽ ഇതൊക്കെ ചെയ്യുന്നുണ്ടാവും, പല പല സ്ഥലങ്ങളിൽ ചെയ്യുന്നുണ്ടാവും, ആരും അത് ചോദിക്കത്തില്ല. പക്ഷെ ഇവിടെ ചോദ്യം ചെയ്യും, നമ്മൾ ചോദ്യം ചെയ്യും എന്തുകൊണ്ടാണ് ഇത് ചെയ്തെന്നുള്ളത്. ഈ ചോദ്യം ചെയ്യുമ്പോഴാണ് പ്രശ്നമാവുന്നത്. പ്രശ്നമാകുമ്പോഴത്തേനും അവരെ സപ്പോർട്ട് ചെയ്ത ആൾക്കാർ വരും, ഇവര് തനിച്ചാകും. അപ്പൊ പിന്നെ ഉടനെ കാര്യം വരും, എന്താ ഇന്ത്യക്കാരെ ചോദ്യം ചെയ്തു, അല്ലെങ്കിൽ പാകിസ്ഥാൻകാരെ ചോദ്യം ചെയ്തു, അല്ലെങ്കിൽ മറ്റുള്ള നാട്ടുകാരെ ചോദ്യം ചെയ്തു എന്നുള്ള ചോദ്യം വരും. ഇവിടെയാണ് ഈ പ്രശ്നങ്ങളൊക്കെ എല്ലാം ഉണ്ടാകുന്നത്. മറ്റേ വിൻസേട്ടൻ പറഞ്ഞ പോലെ ഇത് ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും പറഞ്ഞ ഈ ഒരു കാര്യത്തില് ഈ നമ്മൾ നോയ്സി ആണ് അല്ലെങ്കിൽ നമ്മുടെ പ്രകടനങ്ങൾ അതൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. നമ്മളെ പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യൻ കമ്മ്യൂണിറ്റിനെ എതിർക്കപ്പെടാനായിട്ടുള്ള ഒരു പ്രധാന കാര്യമാണ്. അതുപോലെ തന്നെ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ഇപ്പൊ ആഫ്രിക്കയിൽ, ഇപ്പൊ സൗത്ത് ആഫ്രിക്കയിലാണേലും നൈജീരിയയിലാണേലും ഉഗാണ്ടയിലാണേലും അവിടെയൊക്കെ നമ്മുടെ ഗുജറാത്തികൾ പട്ടേലന്മാരും ഒക്കെ പോയിട്ട് എല്ലാത്തരം ബിസിനസ്സുകളും ചെയ്ത് വലിയ ഉന്നത രീതിയിലാണ് ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഫിനാൻഷ്യലി വളരെ സൗണ്ട് ആണ്. അവിടെ പൊളിറ്റിക്സിലൊക്കെ വളരെ ഇൻഫ്ലുവൻസ് ചെലുത്തുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. ആ ഒരു സക്സസ് സ്റ്റോറി അത് അവിടെ മാത്രമല്ല എല്ലാ രാജ്യത്തും ഉണ്ട്. ഇപ്പം ഇവിടെ പറയാം അതിന്റെ ഒരു ജലസ് ഫാക്ടറും കൂടെ ഇതിൻ്റെ അകത്തുണ്ടോ എന്നുള്ളത് ഒരു ഘടകമാണ്. അത് സംശയമൊന്നും ഇല്ലാത്ത കാര്യമാണ്. പക്ഷെ ഇതിനിപ്പോ ഇപ്പൊ ഇംഗ്ലണ്ടില് ഈ മിനിഞ്ഞാന്ന് നടന്ന പ്രകടനത്തില് അവര് ട്രംപിന് പ്രത്യേകിച്ച് ഒരു നന്ദി പറഞ്ഞു. ആ ട്രംപിന് പ്രത്യേകിച്ച് നന്ദി പറഞ്ഞതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ട്രംപ് കൊടുത്ത ഒരു ഊർജം, ട്രംപ് കൊടുത്ത ഒരു എനർജി, ട്രംപ് കൊടുത്ത ഈ ആന്റി ഇമിഗ്രേഷനെതിരെ നടത്തിയ ചില പ്രസ്താവനകള് പല രാജ്യങ്ങൾക്കും വിങ്ങിപ്പൊട്ടിയിരുന്ന പല രാജ്യങ്ങൾക്കും അതൊരു എനർജിയായി മാറി എന്നുള്ളത് വളരെ സത്യമാണ്. അതിനകത്ത് നമുക്ക് പറയാൻ പറ്റും. കാരണം അമേരിക്കയുടെ ഒരു പ്രസിഡന്റ് ഒരു കാര്യത്തില് ഇത്ര അഗ്രസീവായിട്ടൊരു ആറ്റിറ്റ്യൂഡ് എടുക്കുമ്പോൾ മറ്റുള്ള അടങ്ങി ഒതുങ്ങിയിരുന്ന ആ ഒരു കമ്മ്യൂണിറ്റിക്ക് അവരുടെ നാഷണലിസത്തെ പുകച്ച് പുറത്തിയടിക്കാനായിട്ട് ഒരു കാരണമായി. ഇപ്പൊ ഞാൻ പറയും, ഇപ്പൊ അമേരിക്കയിലെ ഇന്ത്യൻ കമ്മ്യൂണിറ്റി എങ്ങനെയാണ് ഇത്ര സക്സസ് ആയ എന്നുള്ളത് കാര്യത്തില് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ ഉദ്ദേശിക്കുക ഇപ്പൊ മലയാളികൾ മാത്രമല്ല, ഇന്ത്യൻ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിത ശൈലി, ഇപ്പൊ വൈകുന്നേരം ആകുമ്പം പബ്ബിലേക്ക് പോവോ അല്ലെ ക്ലബിൽ പോവോ, പെണ്ണ് പിടിക്കാൻ പോവോ, കള്ളു പിടിക്കാൻ പോകുന്നതിലൊക്കെ അവരുടെ ആ സോഷ്യൽ ആസ്പെക്റ്റിൽ തന്നെ വളരെ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അവർ കുടുംബമായിട്ട് കുട്ടികളെ അടുത്ത തലമുറയെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് അവർ കൂടുതലും കാര്യങ്ങൾ എടുക്കുന്നത്. അതുപോലെ ഞാൻ ഈ നോർത്ത് ഇന്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ഈ ഗുജറാത്തികൾ നമ്മൾ കാണുന്ന ഇവർക്കൊക്കെ ജീവിത ചെലവ് വളരെ കുറവാണ്. ഇപ്പൊ അവർക്ക് ആകെ 4 സാധനം ഉണ്ടെങ്കിൽ അവരുടെ 3 നേരം ഭക്ഷണം സുഭിക്ഷമായിട്ട് പോകും. ഒരു ചാക്ക് ആട്ട, ഒരു ചാക്ക് ഉള്ളി, ഒരു ചാക്ക് ആലു, ഒരു 2 ക്രേറ്റ് പാല് മേടിച്ചു കഴിഞ്ഞാൽ അത് തൈര് ഉണ്ടാക്കി ചപ്പാത്തിയും തൈര് ഉള്ളി അരിഞ്ഞിട്ട് ഇത്ര വളരെ മിതമായ വെജിറ്റേറിയൻ ഭക്ഷണം. നമ്മൾ ആലോചിച്ച് നോക്കാം, നമ്മൾ ആട്, മാട്, പോത്ത്, കോഴി, ഈ ലോകത്ത് ഏതൊക്കെ ജീവിനെ കിട്ടുമെങ്കിലും അത് ഇവിടെ വന്നു കഴിഞ്ഞാൽ മാനായി, കോഴിയായി, മുയലായി സകല സാധനങ്ങളെ ഇപ്പൊ നമ്മുടെ ചെലവ് വെച്ച് പോകുമ്പോൾ ഞാൻ പറയാം, എസ്പെഷ്യലി നോർത്ത് ഇന്ത്യൻ കമ്മ്യൂണിറ്റി വളരെ സക്സസ് ആകുന്നത് അവര് അടുത്ത ജനറേഷന് വേണ്ടി കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് അപ്പൊ അതിനുവേണ്ടി അവർ സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അവരുടെ ചെലവ് വളരെ കുറവാണ്. വളരെ മിതവ്യയത്തിൽ ജീവിച്ച് അവർ നല്ല രീതിയിൽ സമ്പാദിച്ച് നമ്മൾക്കറിയാം ഇപ്പൊ നമ്മൾ ഇന്ത്യൻ കൾച്ചറിന്റെ ഏറ്റവും വലിയ കാര്യമാണ് നമ്മൾ ഈ സമ്പാദിച്ച് മക്കൾക്ക് വേണ്ടി കൊടുക്കുക എന്ന് പറയുന്നത് നമ്മുടെ ബ്ലഡിലുള്ള ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനെ ഒരു ഫാക്ടറും കൂടിയാണ് നമ്മുടെ ഈ സക്സസ് സ്റ്റോറി നിൽക്കുന്നത്. പക്ഷെ അതും ഒരു ജലസിന്റെ ഫാക്ടറായിട്ട് നമ്മൾ ഇതിനെ നിസാരമായിട്ട് തള്ളിക്കളയാൻ പറ്റില്ല. കാരണം സാധാരണ ഇപ്പം നിങ്ങളിപ്പോ ഓരോ കമ്മ്യൂണിറ്റിയിൽ ജീവിക്കുമ്പം അവിടെയുള്ള ആൾക്കാരുടെ അവര് അമേരിക്കൻ സ്റ്റൈലിൽ ജീവിച്ചു പോകുമ്പോൾ അവർക്ക് മിച്ചം വെക്കാൻ പറ്റുന്നില്ല. അവർക്ക് ഇപ്പം ബെൻസ് മേടിക്കാനോ അല്ലെ BMW മേടിക്കാനോ പറ്റുന്നില്ല. അവരുടെ പേച്ചെക്ക് ടു പേച്ചെക്ക് അവരുടെ ജീവിതശൈലിയിൽ അവരെ കൊണ്ട് പലതും പറ്റുന്നില്ല. പക്ഷെ നമ്മുടെ സാധാരണ ആൾക്കാർ ഹസ്ബൻഡും വൈഫും ജോലി ചെയ്ത് കഴിഞ്ഞാൽ ജോലി ചെയ്യുന്നു, പിള്ളേരെ പഠിപ്പിക്കുന്നു എന്നുള്ളതിനപ്പുറം ഒരു സോഷ്യൽ ആക്ടിവിറ്റിയും, ഞാൻ പറഞ്ഞൊരു 5% 10% ആൾക്കാരെ പുറത്തിറങ്ങി ഡേ ബൈ ഡേ ഈ പറഞ്ഞ സോഷ്യൽ ആക്ടിവിറ്റീസിൽ പങ്കെടുക്കുന്നുള്ളൂ. ഭൂരിപക്ഷം ആൾക്കാരും വീട്ടിലിരുന്നാണ്. അതൊരു വലിയ കാര്യമാണ്. അപ്പൊ അതിന്റെ ഒരു അസൂയയും കൂടി ഈ ഒരു വിഷയത്തിനകത്ത് വന്നിട്ടുണ്ട് എന്ന് തോന്നുന്നു. പക്ഷെ UK അവര് ഇപ്പം എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസമാണ് ഓസ്ട്രേലിയൻ അവിടുത്തെ പാർലമെന്റില് ഒരു ഡോക്ടർ പർവിന്ദർ കൗർ എന്ന് പറയുന്ന സെനറ്ററാണ്. പുള്ളിക്കാരത്തി വളരെ കൃത്യമായിട്ടൊരു ഇത് പറഞ്ഞു, ഞങ്ങൾ ചുമ്മാ മൈഗ്രേറ്റ് ചെയ്ത് ഇവിടെ വന്നതല്ല. ഓസ്ട്രേലിയക്കാരുടെ അവർ വളരെ 2-3 സ്റ്റഡി പാർലമെന്റിൽ അവതരിപ്പിച്ചു.
അതായത് ഓസ്ട്രേലിയ 4000 വർഷം മുമ്പ് തന്നെ ഈ ഓസ്ട്രേലിയക്കാരുടെ ജീനിന്റെ അകത്ത് 11% ഇന്ത്യക്കാരുടെ ജീൻ ഉണ്ടെന്നാണ് അവരൊരു സ്റ്റഡി റിപ്പോർട്ട് അവതരിപ്പിച്ചത്. അപ്പൊ ആ സെനറ്റർ പറയും, അപ്പൊ അവിടെ ഈ സെയിം വിഷയമുണ്ട്. അവര് പറയും അവരുടെ മോൻ അവരുടെ പാർലമെന്റിലെ പ്രസംഗത്തിൽ പറയുന്ന അവരുടെ മോൻ അവരോട് ചോദിച്ചു, അമ്മ ഈ ഇവിടുന്ന് മൈഗ്രേറ്റ് ചെയ്ത് അമ്മ ഇവിടെ ഓസ്ട്രേലിയൻ അല്ലേ എന്ന് ചോദിച്ചു. അത് എന്നെ വളരെയായിട്ട് അഫക്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട്, കാരണം ഓസ്ട്രേലിയയിൽ നടക്കുന്ന പ്രശ്നത്തിന്റെ ഒക്കെ ഇപ്പം ഇതൊക്കെ ബോധ്യപ്പെടുത്തേണ്ട ഒരു അവസ്ഥയിലേക്ക് ഇപ്പൊ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റും. ഓസ്ട്രേലിയയിലും അമേരിക്കയിലും, ഇപ്പൊ അമേരിക്കയിലും ഒരു പരിധിവരെ പ്രശ്നമുണ്ട്. പക്ഷെ അത് എനിക്ക് തോന്നുന്നു അത് അത്ര അങ്ങോട്ട് ഇത് ചെയ്ത് വന്നിട്ടില്ല. പക്ഷെ ലോകം മുഴുവൻ എന്നാണേലും ഒരു വൈറ്റ് സുപ്രീമസി ഉള്ള ഒരു നാഷണലിസം പ്രകടമായിട്ട് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അതിന് നമ്മുടെ പ്രസിഡന്റും കാരണമായിട്ടുണ്ട്. അപ്പൊ ഇന്ത്യക്കാരുടെ സക്സസ് എന്ന് പറയുന്നത് ആ സക്സസ് അത് നമ്മൾ ഒരു ഓവർനൈറ്റ് കൊണ്ട് നേടിയെടുത്തതല്ല. നമ്മുടെ കഠിനാധ്വാനം കൊണ്ടും നമ്മുടെ എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് കൊണ്ടും നമ്മുടെ ജീവിതശൈലി കൊണ്ടും ഒക്കെ നേടിയ അതിനെയും കൂടി നമ്മൾ ഈ തീവ്ര ഇസ്ലാമിക ജീവിതശൈലിയും അവരുടെ ഈ മതഭ്രാന്തും അവരുടെ ഈ പ്രശ്നങ്ങളും എല്ലാം കൂടെ നമ്മളെയും കൂടെ കാര്യമായിട്ട് ബാധിക്കുന്നുണ്ട്. ഇവിടെ മാത്രമല്ല, വിദേശ രാജ്യങ്ങളിലെല്ലാം ഈ ഒരു പ്രശ്നം ഇനിയും വളരെ രൂക്ഷമായിട്ട് വരാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. കാരണം പല രാജ്യങ്ങളിലും ഭരണമാറ്റത്തിനുള്ള ഒരു തുടക്കം കൂടിയാണ്. കാരണം തീവ്ര വലതുപക്ഷത്തേക്ക് ഈ രാജ്യങ്ങൾ മുഴുവൻ പോകുന്നു. കാരണം സഹി കെട്ടു, പ്രത്യേകിച്ച് യൂറോപ്പ് സഹി കെട്ടു. യൂറോപ്പിനോട് പഠിക്കാൻ നമ്മുടെ പ്രസിഡന്റ് പോയി പറഞ്ഞു, അവര് നന്നായിട്ട് നമ്മുടെ പ്രസിഡന്റ് ജെയിംസ് മോൻ പറയുമ്പോൾ എന്റെ ഒരു ക്വസ്റ്റ്യൻ, ഞാൻ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യം ചോദിക്കാം. ഈ വൈറ്റ് സൂപ്പർ മേസിസം എന്നുള്ളൊരു വാക്ക് ജെയിംസ് മോൻ അത് എന്ത് ബാക്ക്ഗ്രൗണ്ടിൽ അത് ഉപയോഗിക്കുന്നത്? എന്താണ് അതിന് റീസൺ? ഇന്ത്യ ഞാൻ ചോദിച്ചു കേട്ടെ, ഇഫ് യു ലുക്ക് ഇൻ ഇന്ത്യ, മോഡിയുടെ ഇമേജ് pretty much ട്രംപിനുള്ള അതേ ഇമേജ് ആണ്. ഇഫ് യു ലുക്ക് ഇൻ സൗത്ത് ആഫ്രിക്ക, there white people are being attacked left and right now. Black people are going and taking over the property of white people. അപ്പോ ഈ ഭൂരിപക്ഷ വർഗീയത അല്ലെങ്കിൽ ഭൂരിപക്ഷം ന്യൂനപക്ഷത്തിനെതിരായിട്ടുള്ള ഒരു സമീപനം എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവും. പക്ഷെ ഇതിനകത്ത് വൈറ്റും ബ്ലാക്കും ബ്രൗണും കൊണ്ടുവരുന്നത് എനിക്ക് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഞാൻ വളരെ കൃത്യമായിട്ട് ആദ്യം തുടങ്ങി ഞാൻ ഇന്ന് ഹിസ്റ്റോറിക് ആയിട്ടുള്ള സംഭവം പറഞ്ഞത്. നമ്മളിത് എല്ലായിടത്തും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ്. എന്തിനാ ആവശ്യമില്ലാതെ ട്രംപിനെ വിളിച്ചുകൊണ്ട് വരുന്നത്? ഇവിടെ വോയിസ് ഇല്ലാണ്ടിരുന്ന മെജോറിറ്റിക്ക് വോയിസ് കൊടുത്ത ഒരാളാണ് ട്രംപ് ഒരിക്കലും പറഞ്ഞിട്ടില്ലല്ലോ ബാക്കിയുള്ള റേസിന് പുള്ളി എതിരാണെന്ന്. പുള്ളി പറഞ്ഞു ഇവിടുത്തെ മെജോറിറ്റി ആൾക്കാർ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കൾച്ചർ നശിപ്പിക്കാൻ നമ്മൾ സമ്മതിക്കില്ല. അത്രയല്ലേ പുള്ളി പറഞ്ഞിട്ടുള്ളൂ. കെട്ടിയെടുത്തത് വൈറ്റ് മാന്റെ രാജ്യത്ത് ജീവിക്കാൻ വേണ്ടിട്ടല്ലേ? മെജോറിറ്റി ഇന്ത്യൻ ആക്കാനല്ലോ ജിൻസ്മോനും കൊണ്ടുവന്നത്. അമേരിക്കയിലേക്ക് വന്നത് ഇവിടുത്തെ മെജോറിറ്റി വൈറ്റിനെ മാറ്റി ബ്രൗണിനെ ആകാനാണോ വന്നത്? ഇല്ല, അങ്ങനെ വന്നില്ലല്ലോ. നമ്മളാരും അതിന് ശ്രമിക്കുന്നില്ലല്ലോ. എന്നാ പിന്നെ അതിന്റെ റൂട്ട് കോസസ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത് നമ്മൾ ചില ട്രെൻഡ് സെറ്റ് ചെയ്യും, നമ്മൾ അറിയാതെ എടുത്തിടുന്ന ചില ട്രെൻഡ് സെറ്റ് ചെയ്യുന്നുണ്ടല്ലോ. ഈ അക്രമത്തിൽ ഞാൻ പറയും, ഇതൊക്കെ ഉണ്ടല്ലേ അമേരിക്കയിൽ ഇപ്പൊ ഇങ്ങനെ ഒരു ആഭ്യന്തര കലകം ഉണ്ടായി, ഇപ്പൊ UK യിലൊക്കെ ഉള്ള പോലെ ഉണ്ടായി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? മറ്റുള്ള രാജ്യങ്ങളിൽ ലോകത്തിൽ എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അല്ലല്ല, ഇത് ആ രീതിയിൽ അതിനകത്തെല്ലാം ഇപ്പം നമ്മൾ why are you blaming Modi just like this? മോഡിയല്ലേ ഹിന്ദു നാഷണലിസം ഇന്ത്യയിൽ പ്രചരിപ്പിച്ചത്? എന്തുകൊണ്ട് മോഡിയെ പറയുന്നില്ല? എന്തുകൊണ്ട് വൈറ്റിന് മാത്രം പറയുന്നു? അവിടെ ആ രാജ്യത്ത് അവര് അതിനെ കുറിച്ചൊക്കെ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞു വന്ന അല്ലല്ല, ഒരു ഒറ്റ കാര്യം, അല്ല കേട്ടോ, ഇന്നലെ ഞാൻ ഒരു ഇന്റർവ്യൂ കണ്ടതിന്റെ അകത്ത് ആ ജേർണലിസ്റ്റിന്റെ പേര് ഞാൻ ഓർക്കുന്നില്ല, പക്ഷെ ഒരു ഇറാനിയൻ ബിസിനസ്മാനെ ഇത് ചെയ്യുകയാണ്. അപ്പൊ പുള്ളിക്കാരത്തിയുടെ ആ ഇൻട്രൊഡക്ഷനിൽ തന്നെ വളരെ വർഗീയമായിട്ട്, അതായത് ഇവിടെ വന്നിട്ടുള്ള ഇമിഗ്രൻസിനെ നിങ്ങൾ ഇമിഗ്രന്റ് കമ്മ്യൂണിറ്റീനെ തിരിച്ച് സെൻഡ് ദം ബാക്ക് എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരത്തി വളരെ അഗ്രസീവായിട്ട് ആയിട്ടാണ്. അപ്പൊ അത് പറഞ്ഞപ്പോ ഈ പുള്ളി പറഞ്ഞു, പുള്ളിയാണ് ഞാൻ പറഞ്ഞു ഞാനൊരു 10-100 പേർക്ക് ജോലി കൊടുക്കുന്ന ഒരു ബിസിനസ്സുകാരനാണ്. ഞാൻ ഇവിടെ വന്നിട്ട് പുള്ളി വന്നത് 10-35 വർഷമായിട്ടുള്ളൂ, നല്ല രീതിയിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവള് ഇമിഗ്രൻസിനെ അവൾക്ക് അമേരിക്കയിൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ അവൻ 2 ചോദ്യം ചോദിച്ചപ്പോൾ ഇവളുടെ അമ്മ ഇവിടെ ഇമിഗ്രന്റ് ആയിട്ട് വന്നതാണ്, അപ്പൊ അമ്മ ഇമിഗ്രന്റ് ആയിട്ട് വന്നപ്പോ അതിന് കുഴപ്പമില്ലേ എന്ന് ചോദിച്ചപ്പോ, കാരണം ഇവള് പതറിപ്പോയി. ആ ഒരു പതറിച്ചാൽ വളരെ അല്ല ജിൻസ്മോനെ, ഇത് പതറാനൊന്നുമില്ല. ഇപ്പൊ ഞാൻ ഈ ട്രംപിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന ഞാൻ 10-400 പേരെ ഇന്ത്യയിൽ കൊണ്ടുവന്നുണ്ട് H1 വിസയിൽ. ഇന്ത്യയിൽ നിന്ന് എന്റെ ബിസിനസ് ആയിരുന്നു. ഐ വാസ് മേക്കിംഗ് മണി ബ്രിങ്ങിങ് പീപ്പിൾ ഫ്രം ഇന്ത്യ ഓൺ H1 വിസസ്, കമ്പ്യൂട്ടർ പ്രൊഫഷണൽസ്. അപ്പൊ ഇതിനകത്ത് പതറാനൊന്നുമില്ല. മനുഷ്യരെല്ലാവരും അവരുടെ സൗകര്യം അനുസരിച്ച് അവരവർക്ക് പറ്റിയ ബിസിനസ്സുകളൊക്കെ ചെയ്ത് ആൾക്കാർ ജീവിക്കും.
ഇപ്പം ഞാൻ ഇന്നാള് കഴിഞ്ഞ ദിവസം ഈ ഡിസ്കഷനിലാണോ വേറെ ഏതൊരു ഡിസ്കഷനിൽ ഞാൻ ചോദിച്ചതുപോലെ ആരും അവരാ ഒരു ഇപ്പൊ ഈ കേരളത്തിലെ കാര്യം എടുക്കുക, ഇത് ജസ്റ്റ് എ മാറ്റർ ഓഫ് ഇയേഴ്സ്. നമ്മളെല്ലാം ഇമിഗ്രൻസ് ആണ് കേരളത്തിലും. തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് മുമ്പായിരിക്കാം. കേരളത്തിലെ ഒറിജിനൽസ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ആദിവാസികളും ഷെഡ്യൂൾഡ് കാസ്റ്റുകളും ഷെഡ്യൂൾഡ് ട്രൈബുകളും മാത്രമാണ് ഒറിജിനൽ പീപ്പിൾ. അപ്പൊ എല്ലാവരും എവിടെ നിന്നെങ്കിലുമൊക്കെ വന്നവരാണ്, അതെല്ലാവർക്കും അറിയാം. നമ്മളെ ഒരു ഇപ്പോഴത്തുണ്ടാവുന്ന ഒരു സമൂഹത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവുമ്പോൾ അത് ഇപ്പൊ ആയിരിക്കുന്ന സാഹചര്യത്തിൽ അതിന്റെ കോസസ് മനസ്സിലാക്കി നമുക്ക് ചെയ്യാനുള്ളത് നമ്മളും ചെയ്യുക. അനാവശ്യമായിട്ട് ട്രംപിനെ തന്നെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കാതെ നമ്മളത് ചെയ്യുന്നുണ്ടോ? നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ പറയാറുണ്ട്, നമ്മളിത് സ്ട്രീറ്റിലോട്ട് ഇറക്കുന്നത് ശരിയല്ല. നമ്മളുടെ ചെണ്ടയും നമ്മളുടെ കഥകളിയും നമ്മുടെ ഭരതനാട്യവും വഴി കൂടി ഇറക്കി കഴിഞ്ഞാൽ we will get noticed in a bad way. അത് ചൈനക്കാർ ചെയ്യുന്നില്ല, അതുകൊണ്ട് അവരോട് പ്രശ്നമില്ലാത്തത്. അപ്പൊ ഞാൻ പറയുന്നത് നമ്മൾക്ക് ഭാഗത്തുനിന്ന് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നമ്മളും ചിന്തിക്കുക. എല്ലാം വൈറ്റ് റേസ്, എല്ലാവരും മെജോറിറ്റിന് മാത്രം കുറ്റം പറയാതെ. ദാറ്റ്സ് ഓൾ ഐ ആം ടെല്ലിങ്. ഇപ്പൊ ഞാൻ ക്രിസ്ത്യാനിയാണെങ്കിലും മോഡിയുടെ മൂവ്മെന്റ് എന്തുകൊണ്ട് ഗ്രോ ചെയ്തു, മോഡിയുടെ മൂവ്മെന്റ് എന്തുകൊണ്ട് ക്രിസംഗി എന്ന് പറയുന്ന സംഭവം കേരളത്തിലുണ്ടായി, ഇതെല്ലാം എനിക്ക് അതിന് കൃത്യമായിട്ടുള്ള എന്റെ റീസൺ അറിയാം. പക്ഷെ അപ്പോഴും ഈ നമ്മളുടെ അവരവരുടെ ചോദ്യം ചോദിക്കുന്നുണ്ട്, ഞങ്ങളുടെ ജോലികൾ വിദേശത്തു നിന്ന് വന്ന ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ളവർ തട്ടിയെടുത്തു എന്ന് പറയുമ്പോഴത്തേനും അതിനെ കുറിച്ച് എന്താ അഭിപ്രായം? അപ്പൊ നമ്മൾ നമുക്ക് ജോലി കിട്ടിയത്. ഈ ജലസി എന്ന് പറയുന്നത് ജനറലി ഒരു കുറെ ആൾക്കാർക്കുള്ള ഒരു ക്വാളിറ്റിയാണ്. അതിപ്പം വൈറ്റിനും ബ്ലാക്കിനും എല്ലാവർക്കും ഉണ്ട്. ഇപ്പൊ നമ്മളിപ്പോ ഈ ഒരു 100 ഇന്ത്യക്കാരെ എടുത്തു കഴിഞ്ഞാൽ കൂടുതലൊരു ഫ്രണ്ടോ അല്ലെങ്കിൽ അവരുടെ ഒരു സമൂഹത്തിലുള്ള ബാക്കിയുള്ള മലയാളിയോ ഇന്ത്യക്കാരനോ വലുതാവുന്നത് ജലസി ഉള്ളവർ ഒരു ചെറിയ പെർസെന്റേജ് ഉണ്ടാവുള്ളൂ. എല്ലാവരും ജലസി ഉള്ളവരായിരിക്കില്ല. ഇപ്പൊ ജിൻസ്മോ നന്നാവാൻ എനിക്ക് വളരെ സന്തോഷമാണ്. ഞാൻ സീരിയസ് ആയിട്ട് പറയും, എനിക്കൊരു മലയാളി നന്നായാൽ എനിക്ക് പരിചയമുള്ള ഒരാൾ വലിയൊരാളാവുന്ന എനിക്ക് ഇഷ്ടമാണ്. ബിക്കോസ് എനിക്ക് അവൻ്റെ അടുത്ത് ചെല്ലല്ലോ. ഒരു മൾട്ടി മില്യൺ വലിയൊരാളായി കഴിഞ്ഞാൽ എനിക്ക് അവൻ്റെ അടുത്ത് ചെല്ലല്ലോ. ചിലരങ്ങനെയല്ല, ഒരു മലയാളി നന്നാവണം വേറെ മലയാളി കണ്ടുകൂടാ, റൈറ്റ്? സോ ഇറ്റ്സ് ജലസി ഈസ് നോട്ട് റിയലി എ യൂണിവേഴ്സൽ ട്രൈറ്റ് ഓഫ് എ സർട്ടൻ റേസ്. ജലസി ഈസ് ഇൻഡിവിജ്വലിസ്റ്റിക്. അപ്പൊ അത് ഈ വൈറ്റ് റേസിലും ഉണ്ട്. അവരാണ് ഈ തോക്കൊക്കെ എടുത്ത് അറ്റാക്കിനൊക്കെ വരുന്നത്. ഞാൻ ഫാനിമയിൽ ജോലി ചെയ്യുമ്പോൾ, വാഷിംഗ്ടൺ DC ഫാനിമയിൽ ജോലി ചെയ്യുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് ഇന്ത്യക്കാരുടെ നമ്പർ കൂടി നമ്മൾ ഈ വീട്ടിൽ നിന്ന് ഭക്ഷണം കൊണ്ടുവന്ന് കഴിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ സാഹിബുമാരും വീട്ടിൽ നിന്ന് ഭക്ഷണം കൊണ്ടുവന്ന് കഴിക്കാൻ തുടങ്ങുന്നത്. ബിക്കോസ് അവർ നോട്ടീസ് ചെയ്യാൻ തുടങ്ങി, ഈ മനുഷ്യർ ഒത്തിരി പൈസ സേവ് ചെയ്യുന്നു, വൈ ഡോണ്ട് ഐ ഓൾസോ സ്റ്റാർട്ട് ഡൂയിങ് ഇറ്റ്. അവര് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എങ്ങനെ വന്ന് കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ വീട് എങ്ങനെ മേടിക്കുന്നു, ഇത്രയും കാറുകൾ എങ്ങനെ മേടിക്കുന്നു എന്നുള്ളത് അവർ ചോദിക്കുന്നുണ്ട്. അവരുടെ ജീവിതത്തിലും അതുകൊണ്ട് പോസിറ്റീവായിട്ടുള്ള ഇൻഫ്ലുവൻസ് ഉണ്ടാവുന്നുണ്ട്. അവരിൽ പലരും അത് മനസ്സിലാക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഇന്ത്യക്കാരുടെ പിള്ളേർ സക്സസ്ഫുൾ ആവുന്നു? ഓക്കെ, ലെറ്റ് മീ ഡു ദാറ്റ്. എന്തുകൊണ്ട് ഇന്ത്യക്കാരുടെ വീട്ടിൽ സമാധാനമുണ്ട്? ലെറ്റ് മീ ഡു ദാറ്റ്. എന്തുകൊണ്ട് അവിടെ ഡിവോഴ്സ് ഉണ്ടാവുന്നില്ല? ലെറ്റ് മീ ഓൾസോ ട്രൈ ദാറ്റ്. ഇതൊക്കെ അവരും മനസ്സിലാക്കുന്നുണ്ട്, ബോധമുള്ളവര്. അതേസമയം അസൂയുള്ളവർ ചിലപ്പോൾ തോക്ക് കൊടുത്തിറങ്ങും. ഇതൊന്നും ഞാൻ പറഞ്ഞില്ല, ഇതൊന്നും യൂണിവേഴ്സൽ ആയിട്ട് എല്ലാ വൈറ്റ് ആൾക്കാരും അങ്ങനെയല്ല. നമ്മളിപ്പം യുകെയിലെ സ്പെസിഫിക് ആയിട്ട് യുകെയിലെ വിഷയം എടുത്തു കഴിഞ്ഞാൽ, ജർമ്മനിലെ വിഷയം എടുത്തു കഴിഞ്ഞാൽ, അവര് നമ്മുടെ പ്രസിഡന്റിന് നന്ദി പറയുന്ന കാര്യം നമുക്ക് പറയാതിരിക്കാൻ പറ്റിയല്ലോ. പക്ഷെ നമ്മുടെ പ്രസിഡന്റ് ഒരു എനർജി, ഒരു ഊർജ്ജം നൽകിയിട്ടുണ്ട്, ഈ ഒരു മൂവ്മെന്റിന് ഊർജ്ജം നൽകിയിട്ടുണ്ട്. പക്ഷെ അമേരിക്ക പോലെയല്ല. നൽകണമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഒരു റേസും ഇല്ലാണ്ടാവേണ്ട ആവശ്യമില്ല. അതിന്റെ അകത്ത് ഇന്ത്യക്കാർക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടേതല്ലാത്ത ഈ കല്യാണാലോചന പറയുന്ന പോലെ തന്റേതല്ലാത്ത കുറ്റത്താൽ നമ്മൾ പീഡിപ്പിക്കപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് ഭാഗത്തും കുറ്റമൊക്കെ ഉണ്ട് നമ്മുടെ ഭാഗത്തും. ജാക്സൺ ഹൈറ്റ്സ് എന്ന് പറയുന്ന ന്യൂയോർക്കിലെ സ്ഥലം, ജാക്സൺ ഹൈറ്റ്സ്. അവിടെ ജീവിച്ചിരുന്ന ഒരു സെലിബ്രിറ്റി ഒരു 10-25-30 കൊല്ലം കഴിഞ്ഞിട്ട് ജാക്സൺ ഹൈറ്റ്സ് ചെന്നിട്ട് പുള്ളി തെറി പറഞ്ഞത് മുഴുവൻ ഇന്ത്യക്കാരെയാണ്. ബിക്കോസ് ആ ഏരിയയിൽ പോയി ഇന്ത്യക്കാരാണ് താമസിക്കാൻ തുടങ്ങിയത്. ബോംബെയിലെ തെരുവുകളെക്കാളും കഷ്ടമാണ് ഇപ്പൊ അതിന്റെ കണ്ടീഷൻ. വഴിയിൽ മുഴുവൻ മുറുക്കി തുപ്പി, എല്ലാവരും വഴിയിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നു. വി ഷുഡ് നോട്ട് ഡു ദാറ്റ്. അതാ ഞാൻ ആ തുടക്കത്തിൽ ഞാൻ പറഞ്ഞത്, നമ്മൾ ഒരു രാജ്യത്തേക്ക് നിന്ന്, നമ്മുടെ നാട്ടിൽ നിന്ന് വേറൊരു നാട്ടിലേക്ക് വരുമ്പോഴുള്ള ആ ഒരു സിവിക് സെൻസ് എന്ന് പറയുന്നത്, നമ്മൾ ഇവിടെ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല. നമ്മുടെ നാട്ടിൽ എന്തും ചെയ്ത് നടന്നിട്ടുണ്ടാവും. അപ്പൊ അത് നാട്ടിൽ ചെയ്തത് ഞാൻ പറയുന്നത് പാടില്ലെന്നാ ഞാൻ പറയുന്നത്. നാട്ടിൽ അങ്ങനെ നടന്നതിൽ ഒരു തെറ്റൊന്നും ഇല്ല. ആൾക്കാർ മുറുകിത്തുപ്പും ഇതെല്ലാം ചെയ്ത് അതൊരു നമ്മളുടെ ജീവിതവും നമ്മളുടെ രീതികളും നമ്മൾ ഡെവലപ്പ് ചെയ്ത് വന്നതും ഒരു അത്ര അഗ്രസീവ് ആയിട്ടുള്ള ഒരു പ്ലാൻഡ് സൊസൈറ്റിയിലല്ല. വിവർ ഓക്കെ പീപ്പിൾ. അതായത് ആദ്യം പറഞ്ഞത്, നമുക്ക് ഒരു ഭക്ഷണം ഇല്ലെങ്കിൽ നമ്മൾ 2 കപ്പ കൂട് വെച്ചാലും നമുക്ക് ഭക്ഷണം കഴിച്ച് ജീവിക്കാം. ഇവിടെ അങ്ങനെയല്ല, എല്ലാം പ്ലാൻഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിൽ കൂടി പോയെങ്കിലേ ഉള്ളൂ. സിസ്റ്റം ഉണ്ട്. ഇവിടെ ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് പോകുന്ന ഒരു കൾച്ചറിലേക്കാണ് നമ്മൾ എല്ലാവരും വന്നിരിക്കുന്നത്. അപ്പൊ എന്തായാലും
എന്തായാലും ഇങ്ങനെ ഒരു ഇൻവേഷനിലേക്ക് വന്ന ഒരു നടന്നുകൊണ്ടിരുന്ന ഒരു നാട്ടിലേക്ക് ഇമിഗ്രന്റ് ആയിട്ട് വന്ന ആൾക്കാര്, അത് ഇന്ത്യൻസ് ആയാലും മറ്റു നാട്ടിലുള്ളവരായാലും, ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് പോകുമ്പോൾ അതൊരു ആഘോഷമായാലും എന്ത് തന്നെ ആയാലും അതൊരു കാരണമാകാതെ ഒരു വെറുക്കപ്പെടുന്ന ഒരു രീതിയിലേക്ക് മാറാതെ ഒരു വിജിലന്റ് ആയിരിക്കാൻ എല്ലാവരും ശ്രമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ജസ്റ്റ് ഒരു വൺ സെന്റൻസ് നമ്മളെല്ലാം നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളിൽ ഞാനത് പറയാറുള്ളതാണ്. ഇപ്പൊ ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം വാഷിംഗ്ടൺ DC വലിയ ഓണം ആഘോഷിച്ചിട്ട് വരുക, 1600 പേരുടെ സദ്യ ആഘോഷിച്ചിട്ട് വരിക. എന്റെ വൈഫ് സാരി, ഞാൻ കുട്ടി, പക്ഷെ നമ്മൾ റെന്റ് ചെയ്ത സ്ഥലത്ത്. അപ്പൊ ഞാൻ ഇതിനും ഇന്ത്യൻ കൾച്ചറിനും അല്ലെങ്കിൽ നമ്മളിത് സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിന് കിട്ടുന്ന സന്തോഷത്തിനും ഒന്നും എതിരല്ല. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, നമ്മൾ ജനറലി പ്രൊപ്പഗേറ്റ് ചെയ്യേണ്ട മെസ്സേജ് ഈസ് അസിമിലേഷൻ, നോട്ട് മൾട്ടി കൾച്ചറലിസം. നമുക്ക് മൾട്ടി കൾച്ചർ സെലിബ്രേറ്റ് ചെയ്യാം. നമ്മളുടെ സെലിബ്രേഷൻസിന്റെ ദിവസം, ഓണത്തിന്റെ ദിവസം നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാം നമ്മുടെ ഡ്രസ്സ് ഒക്കെ ഇട്ട്. പക്ഷെ അത് നമ്മൾ മെയിൻ സ്ട്രീം ആക്കാൻ ട്രൈ ചെയ്യരുത്. Then there will be issues. അതെ, അതായത് നമ്മുടെ ഈ പറയുന്ന പോലെ നമ്മുടെ ആഘോഷങ്ങൾ നമ്മൾ അതിന് പറ്റിയ വേദികളിലേക്ക് മാറ്റണം. നമ്മുടെ വിജയങ്ങളെ നമുക്ക് മാറ്റിവെക്കാൻ പറ്റിയല്ല. നമ്മുടെ വിജയങ്ങൾ നമ്മൾ ആഘോഷിക്കപ്പെടണം. നമ്മുടെ കൾച്ചർ നമുക്ക് നമ്മുടേതായ രീതിയിൽ ആഘോഷിക്കപ്പെടാനായിട്ടുള്ള അതാത് വേദികളിൽ എടുക്കുക, റോഡിലേക്ക് ഇറങ്ങാതിരിക്കുക. ഇതാണ് നമ്മൾ എനിവേ ഇന്നത്തെ ഈ വിഷയം നമ്മള് അതെ 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 പാമ്പ് തിന്നുന്ന സ്ഥലത്ത് ചെല്ലുമ്പോ പാമ്പിന്റെ നടുക്കണം തിന്നാൻ വേണ്ടി പഠിക്കുക. അതെ, പാമ്പിന്റെ നടുക്കണം തിന്നാൻ പഠിക്കുക എന്നുള്ളത് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ചർച്ച ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.